സാർ സോഹൻ റോയ് എഴുതിയ കസ്തൂരി ശലഭം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് അല്പസമയം കൂടി കഴിയുമ്പോൾ നിയമസഭാ മന്ദിരത്തിലെ അന്താരാഷ്ട്ര പുസ്തക ഉത്സവത്തിൽ വെച്ച് നടക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാഹിത്യ സംഗമവും പുസ്തക ചർച്ചയുമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവരെയും, സാഹിത്യ മേഖലയിലെ ഒട്ടനവധി പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട്, സാമൂഹിക സാംസ്കാരിക മേഖലയിലെ ആളുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ആദ്യം തന്നെ വളരെ സന്തോഷത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അമ്മ നൽകും ഉമ്മ പോലും അമൃതാക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥനയിലൊക്കെ ഓർക്കാറുണ്ട്. അത്തരത്തിലൊരു അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥ, അല്ലെങ്കിൽ ഒരു അമ്മ ഒരു കുടുംബത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നതൊക്കെ കൃത്യമായി വരച്ചു കാട്ടിയിരിക്കുന്ന ഒരു പുസ്തകമാണ് കസ്തൂരി ശലഭം എന്നുള്ളത്. നിങ്ങളെല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരിലേക്കും പുസ്തകം ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ നിമിഷം സോഹൻ സാർ എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതാനുണ്ടായ ഒരു സാഹചര്യം, ഒരു അനുഭവം കേൾക്കാനായിട്ട് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാഹിത്യലോകത്തെയും നക്ഷത്രങ്ങളെ, സാഹിത്യപ്രേമികളെ, സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് എൻ്റെ അമ്മയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അമ്മയെക്കുറിച്ചുള്ള ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടുവാനായി ഒരു വേദി ഒരുക്കിയപ്പോൾ നിറഞ്ഞ സദസ്സ് ആക്കി മാറ്റാൻ ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദി. ശരിക്കും പറഞ്ഞാൽ അടിച്ചു മാറ്റപ്പെട്ട ഒരു പുസ്തകമാണ്, അതിൻ്റെ പ്രകാശനമാണ് ആദ്യമായിട്ടായിരിക്കും സാഹിത്യലോകത്ത് സംഭവിക്കുന്നത്. ഇത് കാരണം ഇതിൻ്റെ 90% അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഞാൻ 10 പേജ് എഴുതിയിട്ടുള്ളൂ, ബാക്കി മൊത്തം ചെറിൻ്റേതാണ്. അമ്മയുടെ ഡയറിക്കുറിപ്പ് മൊത്തം അടിച്ചു മാറ്റി. പിന്നെ അമ്മയെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുടെ എഴുത്തും അടിച്ചു മാറ്റി. ഇതെല്ലാം കൂടെ കമ്പൈൽ ചെയ്യുന്ന പണിയായിരുന്നു. അച്ഛൻ്റെ മരണശേഷമാണ് ആക്ച്വലി അമ്മ എഴുതി തുടങ്ങിയിരിക്കുന്നത്. അന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പുസ്തകമാക്കണം. എൻ്റെ സിസ്റ്റർ ഇവിടെ ഉണ്ട്, MA മലയാളമാണ്. ഞാൻ സിസ്റ്ററോടൊക്കെ പറഞ്ഞതാണ് നമുക്ക് കാര്യം. അമ്മയോട് ഞാൻ ഒരിക്കൽ പറഞ്ഞത്, അമ്മ ഇത് ഈ ഡയറി ഇങ്ങനെ അന്ന് എഴുതാതെ ഒരു ആത്മഹത്യ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മ ഇങ്ങനെ ഡയറി എഴുതി പോവുകയാണ്. അവസാനം ഞാൻ സിസ്റ്ററോട് പറഞ്ഞപ്പോൾ സിസ്റ്റർ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഇത് ഒരു നടപടി ആവുന്ന ലക്ഷണമില്ല, കാര്യം അത്രയ്ക്ക് ഇങ്ങനെ എഴുതി കൂട്ടിയൊക്കെയാണ്. അങ്ങനെ വർഷങ്ങൾ 10-15 കഴിഞ്ഞപ്പോഴാണ് ദുബൈയിൽ ഒരു അമ്മയുടെ പുസ്തക പ്രകാശനത്തിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായി. അന്നേരം ഞാൻ ആലോചിച്ചിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഞാൻ ഇതുവരെ ചെയ്തില്ലല്ലോ. അന്ന് അവിടെ വെച്ചിട്ട് ഷാർജ പുസ്തകോത്സവത്തിൽ വെച്ച് ഞാൻ അനൗൺസ് ചെയ്ത് അടുത്ത പുസ്തകോത്സവത്തിൽ ഈ പുസ്തകം ഞാൻ എൻ്റെ അമ്മയുടെ ഞാൻ പ്രകാശിപ്പിക്കും. ഞാൻ തിരിച്ചു വന്ന് 100 കൂട്ടം പ്രോജക്റ്റ്, ഞാൻ അറ്റ് ടൈം 50 പ്രോജക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എൻ്റെ മെയിൻ ഈ CEO ജോബ് കൂടാതെ ഞാൻ അതിലൊന്നായിട്ട് അങ്ങ് പ്രഖ്യാപിച്ച് ഈ പുസ്തകം ഇറക്കും. സമയം വളരെ കുറവാണ്. ഞാൻ ഹരിയെ പിടിച്ചു, കാര്യം നമ്മുടെ ടീമിലുള്ളതാണ്. ഞാൻ പറഞ്ഞു ഹരി ഒരു വലിയ ജോബാണ് തരാൻ പോകുന്നത്. സഹോദരനും സഹോദരിയൊക്കെ ഇടപെട്ടിട്ടുള്ളതാണ്. അവരെയൊക്കെ പരാജയപ്പെട്ടെടുത്തു നിന്നാണ് ഇതിൽ നിന്ന് ഈ സാധനം വേർതിരിച്ചെടുത്ത് പാലാഴി കടഞ്ഞെടുത്ത് അമൃതാക്കി മാറ്റേണ്ട ഒരു പണിയാണ്. അങ്ങനെ ഹരി ഒരു നല്ല ജോബ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. എൻ്റെ ഒരുപാട് സമയം അത് കാരണം സേവ് ചെയ്യപ്പെട്ടു. ഞാനത് പ്രോജക്റ്റായിട്ട് എടുത്തുകൊണ്ട് അവസാനം ഇതിൻ്റെ പുസ്തകോത്സവത്തിൽ വെച്ച് ഇത് പ്രകാശിപ്പിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രസംഗം കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായി, കാര്യം ഞാൻ കരഞ്ഞുപോയി. ചില ഇമോഷണൽ കാര്യങ്ങൾ സംസാരിക്കുമ്പം നമ്മളറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ വിട്ടുപോകും. അത് ഇന്നുണ്ടാവരുത് എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്തിരി തമാശീകരിച്ച് പറയല്ലേ. തമാശയുടെ ആശന ഇവിടെ വന്നിരിക്കുന്നു MDR. അമ്മയെക്കുറിച്ച് പറയുമ്പം ഈ കസ്തൂരി ശലഭം എന്ന് പറഞ്ഞാൽ പാറപ്പുറത്ത് നിന്ന ശലഭമൊന്നും അല്ല. ആള് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഫെമിനിസ്റ്റാണ്. പക്ഷേ എന്തുകൊണ്ട്, കാര്യം ഷാർജ പുസ്തകോത്സവത്തിൽ വെച്ച് ഞാൻ വിശദമായിട്ട് സംസാരിച്ചാണ്. അത് എനിക്കത് വീണ്ടും ആവർത്തിക്കാൻ താല്പര്യമില്ല. എങ്കിലും ചുരുക്കി പറയാം, മലയാളം കണ്ട ആദ്യത്തെ സാഹിത്യകാരി ആവേണ്ട ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ രാഷ്ട്രീയകാരി ആവേണ്ട വ്യക്തിയായിരുന്നു. മഹാത്മാഗാന്ധി മരിച്ച ദിവസം തിരുവനന്തപുരത്ത് വനിതകളെ മുഴുവൻ നയിച്ചത് എൻ്റെ അമ്മയായിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് ഏറ്റവും അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരിൽ ഉള്ള വനിതകൾ KR ഗൗരി, സുശീല ഗോപാലൻ, ഐഷഭായ്, ഇവരെല്ലാം ഒരുമിച്ച താമസം. അമ്മ മാത്രം കോൺഗ്രസ്, ബാക്കി എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇവരൊക്കെ മിനിസ്റ്റേഴ്സുമായി. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ മിനിസ്റ്റർ ആവേണ്ട അമ്മയാണ്. കാര്യം അമ്മ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ പേരിൽ ആദ്യത്തെ മിനിസ്റ്റർ ആവേണ്ടതാണ്. പക്ഷേ അമ്മ കമ്മ്യൂണിസത്തിലേക്ക് പോകുമെന്ന് കുടുംബക്കാർക്കൊരു സംശയം ഉള്ളതുണ്ട്. രാഷ്ട്രീയം വിടാൻ പറഞ്ഞു, അധ്യാപനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി. പക്ഷേ എനിക്ക് ഇന്നും മനസ്സിലാവാതെ പോയത് എന്തുകൊണ്ട് അമ്മ എഴുത്തിലേക്ക് പോയില്ല. കാര്യം മഹോപാധ്യായയിൽ ഗോൾഡ് മെഡലിൽ പാസ്സായ വ്യക്തിയാണ്. ഏറ്റവും നല്ല പ്രഭാഷകയാണ്. അമ്മയുടെ പ്രഭാഷണങ്ങൾ, ഞങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങളിൽ അമ്മയുടെ പ്രഭാഷണമുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്.
സത്യം പറഞ്ഞാൽ അന്ന് ഈ മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 പുസ്തകം ഇറക്കാനുള്ള കണ്ടന്റ് ഉണ്ട്. അത്രയും കാര്യം ഓരോ സെൻറ്റൻസിനകത്തും വളരെ അതൊരു നമ്മളൊക്കെ എഴുതണമെങ്കിൽ ഒരു പേജ് എഴുതുന്നത് ഒരൊറ്റ സെൻറ്റൻസിനകത്ത് ഒതുക്കും. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ അണുകവിത എഴുതി തുടങ്ങിയത് അമ്മയിൽ നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു. കാര്യം ഒരു പേജിൽ എഴുതേണ്ടത് 4 വരിയിൽ എഴുതാൻ പഠിച്ചു തുടങ്ങണം. അങ്ങനെ ഇത് അമ്മ എഴുതിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടാണ് എഴുതാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അവസാനം ഞാൻ സ്വയം കണ്ടെത്തിയ ഒരു റീസൺ അതായിരിക്കാം. ഈ ഫെമിനിസ്റ്റ് ആണെങ്കിലും ഈ ഫെമിനിസം വീട്ടിന് പുറത്തെ ഊരി വെച്ചിട്ട് അകത്ത് കയറുന്നൊരു വ്യക്തിയായിരുന്നു. ഒരിക്കൽ പോലും അച്ഛൻ്റെ ഈഗോയെ ഹട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പുറത്തിറങ്ങിയ ആൾ പുലിയാണ്. കാര്യം അച്ഛൻ സംസ്കൃതത്തിൽ ശാസ്ത്രിയാണ്. ഈ ശാസ്ത്രി പരീക്ഷ പാസ്സായിട്ട് 5 വർഷം പഠിക്കണം ഈ മഹോപാധ്യായിക്ക്. അന്നത്തെ സംസ്കൃതത്തിലെ ഏറ്റവും വലിയ പഠനമാണ് അത്. അന്നത്തെ മഹാരാജാസ് കോളേജിലാണ്, ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് മാത്രമേ അതുള്ളൂ. മഹാരാജാവ് തുടങ്ങിയൊരു കോഴ്സാണ് അത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇല്ല ആ കോഴ്സ് ഇല്ലാതായിപ്പോയി. അന്നൊക്കെ അത് പഠിച്ചിറങ്ങിയാൽ നേരെ കോളേജിൽ പ്രൊഫസറായിട്ട് കയറാം. അപ്പോൾ ഈ മഹോപാധ്യായ കഴിഞ്ഞ ഒരാളും ശാസ്ത്രിയും കൂടെയാണ് വിവാഹം കഴിച്ചേക്കുന്നത്. ഇവർ 14 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം രണ്ടുപേരും അധ്യാപകരാണ്, ഒരേ വീട്ടിൽ കഴിയുകയാണ്. അപ്പം ഈ ആയുർവേദ കോളേജിലെ കുട്ടികളൊക്കെ അവർക്ക് സംസ്കൃതം ഒരു പേപ്പറുണ്ട്. ഇത് പഠിക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ്റെ അടുത്താണ് വരുന്നത്. അപ്പം അച്ഛൻ്റെ അടുത്ത് വന്ന് സംസ്കൃതം പഠിച്ചു പോകുമ്പം അച്ഛനേക്കാളും ഒരു വലിയ പുലി അകത്തിരിപ്പുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അമ്മ പുറത്തിറങ്ങി വന്ന് ഞാൻ മഹോപാധ്യയാണ്, ഐ ക്യാൻ ടീച്ച് യു ബെറ്റർ എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചിട്ടേ ഇല്ല. അച്ഛനെ ഒരു രീതിയിലും അവരുടെ മുന്നിൽ ആർക്കും അറിയത്തില്ല, ഇന്നും പലർക്കും അറിയത്തില്ല അമ്മ ഈ മഹോപാധ്യായ ശാസ്ത്രിയേക്കാൾ എത്രയോ ഉയരത്തിലാണെന്നോ അവിടുത്തെ ഫസ്റ്റ് റാങ്കുകാരാണെന്നോ പറഞ്ഞില്ല. ഈ പുസ്തകത്തിൽ പോലും അമ്മ അത് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയാണ്. പക്ഷേ ഇന്നിവിടെ അമ്മ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹസ്ബൻഡ് പറഞ്ഞത്, അദ്ദേഹം ഒരിക്കൽ എന്നെ വന്ന് പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞതാണ്, ആ വൈഫ് പറഞ്ഞത്, എനിക്കൊരു ടീച്ചറുണ്ടായിരുന്നു, ഞാൻ കണ്ട ഏറ്റവും വലിയ ഫെമിനിസ്റ്റാണെന്ന് ആ കുട്ടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് ഇവിടെ നിങ്ങളെ അഡ്രസ്സ് ചെയ്യും. അപ്പം പറയും അമ്മയെക്കുറിച്ച്. പക്ഷേ ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഓർമ്മയിലുള്ള അമ്മ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒരു കാര്യം പറയുമ്പോഴാണ് ഷാർജ കരഞ്ഞത്. ഇത്തവണ ഞാനത് സൂക്ഷിച്ച് പറയാം. ഈ നമ്മളുടെ എല്ലാ അമ്മമാരും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ആർക്കും അമ്മയുടെ മുലപ്പാൽ കുടിച്ച ഓർമ്മ കാണത്തില്ല. നമ്മൾ പറയും മുലപ്പാലുണ്ടെന്ന്, പക്ഷേ എനിക്ക് ഇന്നും മുലപ്പാൽ കുടിച്ച ഓർമ്മയുണ്ട്. കാര്യം നമ്മുടെ ഓർമ്മകളൊരു 3 വയസ്സിന് ശേഷമില്ലേ, അമ്മ ചെന്യായം തേച്ചിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് മുലപ്പാൽ കുടിച്ച ഓർമ്മയുള്ളത്. എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എത്ര വയസ്സായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം അതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡായി. 4 മക്കളുണ്ടെങ്കിലും ഞാനെപ്പോഴും വിശ്വസിക്കുന്നു ഇത് അടിച്ചു മാറ്റാനുള്ള റൈറ്റ് എനിക്കാണ്. അമ്മ എവിടെ പോയാലും എന്നെ കൊണ്ട് പോകും. ഈ സ്കൂളിൽ കൊണ്ടുപോയി യൂത്ത് ഫെസ്റ്റിവൽസ് എല്ലാം കൊണ്ട് കാണിച്ച് എന്നെ ഈ കലാകാരനാക്കി മാറ്റിയത് അമ്മയാണ്, ഉറപ്പാണ്. എന്നെ കൊണ്ട് കവിതാരചന മത്സരത്തിന് കൊണ്ടുപോയത്, ആദ്യമായിട്ട് കവിത എഴുതാൻ പഠിപ്പിച്ചത് അമ്മയാണ്. അത് വലിയ കഥയാണ്. അപ്പം ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. എനിക്ക് മലയാളം ഒരു പേപ്പറേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിവൽ മത്സരിക്കാൻ പോകുമ്പം ഈ കഥാരചനയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ കവിതാരചനയ്ക്ക് ഒരു പയ്യൻ വരും. ഒരാളെ ഞങ്ങളുടെ സ്കൂളിൽ കവിത എഴുതത്തുള്ളൂ. അപ്പോൾ പുള്ളി ആസ്ഥാന കവിയാണ്. പുള്ളി എല്ലാ തവണയും വരും, കവിത എഴുതും, പുള്ളി ഫസ്റ്റ് വാങ്ങി പോകും. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ഒരു ദിവസം എന്ന് പറയും, അമ്മ അപ്പോൾ ഈ നമുക്ക് ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിന് പോകണമെങ്കിൽ ഫസ്റ്റ് വാങ്ങണം. അപ്പോൾ അമ്മ ഞങ്ങളുടെ ഇവിടെ ഒരു കവിയുണ്ട്, പുള്ളി മാത്രമേ ഉള്ളൂ, ഇത് എങ്ങനെയാണ് കവിത എഴുതുന്നത്? അപ്പോൾ നമുക്കറിയത്തില്ല, ഇത് വൃത്തം അലങ്കാരം ഭയങ്കര പ്രശ്നമല്ലേ. നമ്മൾ ഇംഗ്ലീഷ് മീഡിയം. ഞാനാകെ പോകുന്ന ലൈബ്രറിയിൽ എൻ്റെ സിസ്റ്റർ എന്നെ കൊണ്ട് ലൈബ്രറിയിൽ പോകും. അതാണ് മലയാളമായിട്ടുള്ള ബന്ധം. അമ്മ പറഞ്ഞു വളരെ സിമ്പിളാണ്. മഞ്ചേരിയിൽ എഴുതി തുടങ്ങിയോ, ഇത് വെച്ച് അങ്ങ് എഴുതിക്കളാൻ മതി. അങ്ങനെ ഞാൻ കവിതാരചനയ്ക്ക് കൊണ്ട് പേര് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് സബ്ജക്റ്റ് വന്ന് ബാല്യകാലത്തെക്കുറിച്ച് ഉള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പം അന്ന് എനിക്കിപ്പോഴും എഴുതി വന്നു, കൊല്ലങ്ങളേറെയായി കല്ലിളക്കിക്കൊണ്ട് കല്ലട അറത പഞ്ഞിടുന്നു. ഇതാണ് ആദ്യം എഴുതിയ കവിതയാണ്. ഇതെഴുതി ഫസ്റ്റ് കിട്ടി. ഇതിന് ശേഷം ഇവിടേക്ക് പോവുകയാണ്. ഉമ്മന്നൂർ സ്കൂളിൽ വെച്ചിട്ടാണ് ജില്ല നടക്കുന്നത്. അവിടെ എ ഗ്രേഡിൽ ഫസ്റ്റ് കിട്ടുന്നു. അമ്മ വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഭയങ്കര സീനൊക്കെയാണ്. പിന്നെ എന്നെ കണ്ണൂർ കൊണ്ടുപോകുന്നു. ഇതോടൊപ്പം തന്നെ കൊട്ടാരക്കര സ്കൂളിൽ ചെറുപ്പം തൊട്ട് തന്നെ ഈ കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴെല്ലാം എന്നെ കൊണ്ടുപോകും. ഞാൻ മത്സരിച്ചില്ലെങ്കിലും എന്നെ കൊണ്ട് എല്ലാ യൂത്ത് ഫെസ്റ്റിവലിനും കൊണ്ടുപോയി ഏതെങ്കിലും ഒരു വേദി കൊണ്ടിരുത്തും. അപ്പോൾ കുറേ നേരം ഒരു വേദി ഇരിക്കുമ്പം ബോറടിക്കുമ്പോൾ അടുത്ത വേദി പോകും. അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ ഒരു ഹരമായി. ഗൾഫിലുള്ള മിക്കവാറും എല്ലാ യൂത്ത് ഫെസ്റ്റിവലും ഞാൻ അതിന് ശേഷം ഗൾഫിൽ പോയതിനു ശേഷം നടത്തുകയുണ്ടായി. അതൊക്കെ വേറെ കഥ.
പക്ഷേ ഈ ഞങ്ങൾ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് മറ്റേ മുലപ്പാൽ മാത്രമല്ല, വേറൊരു വലിയ അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. അമ്മയുടെ ഈ പുസ്തകത്തിൽ പറയുന്ന വലിയൊരു കഥയുണ്ട്. അമ്മയുടെ ഇല്ലീഗൽ സണ്ണാണ് ഞാൻ. അതൊരു വലിയ കഥയാണ്. കാര്യം അന്ന് കാലത്ത് അമ്മ ഈ ഗവൺമെൻറ് ജോലിക്കാർക്ക് 3 കുട്ടികളിൽ കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ പെൻഷൻ കിട്ടില്ല, അത് തടഞ്ഞു വെക്കും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 4ാമത്തെ പൈതലായിട്ട് നമ്മളിങ്ങനെ വരുന്നത്. അപ്പം ഒരു മാർഗ്ഗം അച്ഛൻ പറഞ്ഞ് നേരെ പൊക്കോ നിർത്തിക്കോ വേണ്ട, 4ാം എന്താ അച്ഛൻ റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. അച്ഛൻ്റെ 51ാമത്തെ വയസ്സിലെ പുത്രനെ ഞാൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ 4 വർഷം കഴിയുമ്പോൾ റിട്ടയർ ചെയ്യുമ്പം പെൻഷൻ വേണം, ഇത് ശരിയാവില്ല എന്ന്. അമ്മ നേരെ ഡോക്ടറെ അടുത്ത് ചെന്നു. ഒരു വഴിക്ക് ചെല്ലുക, അവിടെ വേണ്ടാന്ന് വെക്കുകയാണ്. അപ്പോഴാണ് അമ്മയുടെ ബുദ്ധിയിൽ നിന്ന് വന്നതായിരിക്കണം, ഇത് ഈ മാർച്ച് 28 എൻ്റെ ജന്മദിനം. അപ്പം അപ്പോൾ ഡേറ്റ് ചോദിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇന്ന ദിവസമാണ് വരുന്നത്. അപ്പം ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഇത് ഗവൺമെൻറ്റിൽ അറിയിക്കാതെ പോകണമെങ്കിൽ ലീവ് എടുക്കരുത്. അതായത് ഒരു മാർച്ച് 25 വരെ എങ്കിലും സ്കൂളിൽ പോകണം. ഈ 9 മാസം കഴിയുന്നത് വരെയും സ്കൂളിൽ പോയി എന്നിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. കാര്യം അവസാനം മറ്റേ SLC എക്സാമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ടീച്ചേഴ്സ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ 10ാം മാസവും എന്നെയും ചുമന്നുകൊണ്ട് പുനലൂരിൽ നിന്ന് ബസ് കയറി കൊട്ടാരക്കരയിൽ പോയി അധ്യാപികയായി വർക്ക് ചെയ്ത് ഒരു രേഖയിലും ഞാൻ ജനിച്ചതായിട്ട് അന്നില്ല, ഗവൺമെൻറ് രേഖയിൽ. അങ്ങനെ എല്ലാവരുടെയും ടീച്ചേഴ്സൊക്കെ സഹകരിച്ചുകൊണ്ട് അങ്ങനെ ഇല്ലീഗലായി പിറന്ന ഒരു മകനാണ്. പക്ഷേ പിന്നീട് ആ നിയമമൊക്കെ മാറി. ഇപ്പം അങ്ങനെ നിയമം ഇല്ലല്ലേ, ഇല്ല. അപ്പം അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. ഞാൻ സ്വയം അങ്ങ് പ്രഖ്യാപിച്ചു അമ്മയുടെ ഏറ്റവും ബെസ്റ്റ് മോൻ ഞാൻ തന്നെ. കാര്യം ഈ പുസ്തകത്തിനകത്ത് ഒരുപാട് എന്നെക്കുറിച്ച് എഴുതിയേക്കുന്നത്. ഹരി മനഃപൂർവ്വം കുറേ മറ്റവരുടെയൊക്കെ വെട്ടിയതാന്ന് തോന്നുന്നത്. എനിവേ ഏതായാലും ഞാൻ അതുകൊണ്ട് ഈ പുസ്തകം അങ്ങ് കാര്യം ഇത് അസറ്റ് 4 പേർ കൂടെ ചേർന്ന സാധനമാണ് അമ്മയുടെ ഡയറി കുറിപ്പെന്ന് വെച്ചാൽ. ഞാൻ അത് മൊത്തം അങ്ങ് അടിച്ചു മാറ്റി, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒന്നും തോന്നരുത്, പ്രിയപ്പെട്ട മോനുള്ള അവസരം ഞാൻ കളയുന്നില്ല. അങ്ങനെ ഈ പുസ്തകത്തിൻ്റെ ഈ ഒരു പ്രകാശന ചടങ്ങിൽ നിങ്ങളെയൊക്കെ കാണുവാനും, കാര്യം ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് അമ്മയെ അടുത്തറിയാവുന്ന പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരാണ് അമ്മയെക്കുറിച്ച് പറയേണ്ടതും. ഈ പുസ്തകം വായിച്ച കുറച്ച് പേരുണ്ട്. മലയാളം റിലീസായി, ഇന്ന് വൈകിട്ട് ഇതിൻ്റെ ഇംഗ്ലീഷ് പ്രകാശനമാണ് നടക്കുന്നത്. ആ ഇംഗ്ലീഷ് പ്രകാശനം ഇതിന് ശേഷം ഉണ്ടാവും. അതിനകത്ത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 1-2 ആർട്ടിക്കിൾസ് എക്സ്ട്രാ നമ്മൾ കേട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം മലയാളത്തിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്തേക്കുന്നതാണ്. എൻ്റെ ബ്രദറിലോയുടെ ഒരു ആർട്ടിക്കിൾ അന്ന് മലയാളത്തിൽ എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്മയുടെ അവസാന കാലഘട്ടത്തിൽ എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ കൂടെയായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ഒരിക്കലും തലയടിച്ച് വീണതിന് ശേഷം ഞങ്ങൾ ഒറ്റയ്ക്ക് നിർത്തിയിട്ടില്ല. പിന്നീട് സിസ്റ്ററിൻ്റെ കൂടെയായിരുന്നു. അതുകൊണ്ട് സിസ്റ്ററും ഹസ്ബൻഡിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് കുറേ കൂടെ നന്നായിട്ട് അറിയാം. പക്ഷേ അവരുടെ അനുഭവക്കുറിപ്പുകൾ ഇത് എഴുതിയിട്ടുണ്ട്. പക്ഷേ MDR പ്രത്യേകം പറയുമായിരുന്നു, ഇതിന് ഈ അമ്മയുടെ പേരിൽ കേരളത്തിൽ എഴുത്തമ്മ പുരസ്കാരം, ഞങ്ങൾ ഇന്ത്യ വോട്ട് ഭാഷാ പുരസ്കാരം നമ്മൾ നടത്താറുണ്ട്. മലയാളത്തിലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിനേക്കാളും വലിയ പുരസ്കാരം 5,01,000 കൊടുക്കുന്ന ഒരു സംഭവം നമ്മൾ നടത്തുന്നുണ്ട്. അവ MDR പറഞ്ഞത് പറ്റില്ല. കാര്യം ഈ പുസ്തകം പുള്ളി 3 തവണ വായിച്ച്. ഇത് മലയാളത്തിൽ പുസ്തകം എഴുതാതെ തന്നെ എഴുത്തമ്മയാവേണ്ട വ്യക്തിയാണ്. കാര്യം ആ ഡയറി കുറിപ്പുകളിലെ ഓരോ വരികളിലും അത് ഒരു ചരിത്രമാണ് പറയുന്നത്. വെറും ആത്മകഥ മാത്രമല്ല, അതിലൂടെ ചരിത്രം കടന്നു പോവുകയാണ്. അമ്മയുടെ ആ വരികൾക്കിടയിൽ വായിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് MDR അതിനെക്കുറിച്ച് പറയും. വായിച്ചവരാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. ഇതിൽ അമ്മ അവസാനം പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട്. അമ്മയുടെ അച്ഛനും അമ്മയും ഇതുപോലൊരു കുറിപ്പ് എഴുതിയിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവരെക്കുറിച്ച് അറിയാൻ പറ്റുമായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ മിസ്സാക്കുന്നത്. നമ്മൾക്ക് പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ഒരു പുസ്തകം എഴുതാൻ നമ്മൾ വിട്ടുപോകും, അവരുടെ ആത്മകഥ. ഇതിനൊരു മാറ്റം കുറിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് തുടങ്ങിയിരിക്കുന്നത്. കുട്ടികളുടെ കരിയർ ഡിസൈൻ കംപ്ലീറ്റ്ലി മാറ്റുന്ന ഒരു പ്രോജക്റ്റിലാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി റിവാമ്പ് ചെയ്യുക. അപ്പോൾ അതിൽ ഞങ്ങളുടെ സ്ഥാപനത്തിലെ എല്ലാ എംപ്ലോയീസിൻ്റെയും കുട്ടികളെ ഞാൻ കരിയർ ഡിസൈനിൻ്റെ മെൻറ്റേഴ്സ്, ഇതുപോലെ കേരളത്തിലുള്ള അട്ടപ്പാടിയിലെ സ്കൂള്, പല കോളേജസ്. ഇപ്പോൾ ഇന്നലെ ഞാൻ പോയിരുന്നത് എൻ്റെ ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, കന്യാകുമാരി അടുപ്പിച്ച്. അപ്പോൾ അങ്ങനെയുള്ള പല സ്ഥലത്തും നമ്മുടെ എൻ്റെ പരീക്ഷണം നടക്കുക. അപ്പോൾ ഇവിടെ എല്ലാം ഉള്ള കരിയർ ഡിസൈനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വലിയ അസൈൻമെൻറ്റാണ്. നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ബയോഗ്രഫി നിർബന്ധമായിട്ടും നമ്മൾ പബ്ലിഷ് ചെയ്യണം. അതിനുവേണ്ടി അടുത്ത വർഷം തൊട്ട് നമ്മൾ ഈ സാഹിത്യ ഇതിലൊരു വിഭാഗം തന്നെ ഉണ്ടാക്കുകയാണ്. കാര്യം ഈവൻ അത് ഈ ബയോഗ്രഫിക്ക് വേണ്ടി നമ്മളൊരു വിഭാഗം ഉണ്ടാക്കുകയാണ്. അപ്പം ഇത് പക്ഷേ ഈ എഴുതാൻ എല്ലാവർക്കും കഴിവുണ്ടായെന്ന് വരത്തില്ല. അതിനു വേണ്ടി നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് അത്യാവശ്യം നമ്മൾ കൈവശം കിട്ടിയിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ആർക്കും എഴുതാം ബയോഗ്രഫി. വെറും 10 മണിക്കൂറാണ് നിങ്ങളുടെ വേണ്ടത്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട്. ഒരാളുടെ മനസ്സിലുള്ളതിനെ
ചോദിച്ചെടുക്കാൻ വേണ്ടി ഉള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ഒരു 10 മണിക്കൂർ നിങ്ങൾ ജീവിതത്തിൽ മാറ്റിവെക്കുക. നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ പോയിരുന്ന ഒരു മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ചോദ്യത്തിൽ കണക്ട് ചെയ്ത് മറ്റു ചോദ്യങ്ങളും ചോദിക്കാം. പക്ഷേ ഒരു 10 മണിക്കൂർ, 5 മണിക്കൂറാണെങ്കിലും മതി. 5 മണിക്കൂറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 200 പേജിൻ്റെ ബുക്ക് കിട്ടും. 10 ആണെങ്കിൽ ഒരു 400 പേജ് കിട്ടും. അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഞങ്ങളുടെ ഒരു ടീമുണ്ട്, അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ AI ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ വീഡിയോ ഫോർമാറ്റിലേക്കാം, ഓഡിയോ ഫോർമാറ്റിലേക്കാം, ബുക്ക് ഫോർമാറ്റിലേക്കാം. ഇത് ഞങ്ങൾ കുട്ടികളെ മൊത്തം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത വർഷത്തെ ഇവരുടെ എല്ലാം അസൈൻമെൻറ്റ് അതാണ്. ഇവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബയോഗ്രഫി നിർബന്ധമായിട്ടും പബ്ലിഷ് ചെയ്യണം. അങ്ങനെ ഒരു ബയോഗ്രഫി റെവല്യൂഷൻ്റെ തുടക്കം കുറിക്കണമെങ്കിൽ ആദ്യം ഇത് പറയുന്ന ആളിത് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ തുടക്കമാണിത്. അപ്പോൾ ആദ്യം മാതൃക കാട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ വെറുതെ പറയുന്ന ശീലമില്ല, ആദ്യം ചെയ്ത് കാണിക്കും എന്നിട്ട് ചെയ്യാൻ പറയും. അങ്ങനെ ഉള്ള ഒരു തുടക്കമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഉള്ളൊരു അസൈൻമെൻറ്റാണ്. ഇന്ന് തിരിച്ചു പോയിട്ട് അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ബയോഗ്രഫിയുടെ പരിപാടി തുടങ്ങുക. 5 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യുക. 10 മണിക്കൂറുണ്ടെങ്കിൽ നല്ലൊരു പുസ്തകം കിട്ടും. എന്നിട്ട് നിങ്ങളുടെ ആൽബം എടുത്തിട്ട് കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസെർട്ട് ചെയ്യണം. ഇത് ഭയങ്കര സമയമില്ലാത്തതുകൊണ്ട് അവസാനം ഫോട്ടോസ് വെച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ വലുതാക്കി ഇതിനകത്ത് കുറേ ഫോട്ടോസ് കയറ്റാനുണ്ട്. അത് അടുത്ത എഡിഷൻസിൽ നമ്മൾ വലുതാക്കുന്നതായിരിക്കും. ഇത് അന്ന് സമയബന്ധിതമായിട്ട് ഈ ഷാർജ പുസ്തകോത്സവത്തിൽ വെച്ചിട്ട് ലിബിയാണ് ഇത്. കഴിഞ്ഞ വർഷം ഞാനിത് അനൗൺസ് ചെയ്യുന്ന ലിബിയുടെ വേദി വെച്ചിട്ട്. അപ്പം ലിബി തന്നെ പറഞ്ഞ് ഇത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയത് വന്നപ്പോഴത്തേക്ക് നമുക്കിത് കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഫോട്ടോസൊന്നും അധികം കയറ്റാൻ പറ്റില്ല. പക്ഷേ അടുത്ത തവണ നമ്മൾ വിശാലമായിട്ട് ഇത് ഇറക്കുന്നതായിരിക്കും. ഇതിവിടെ കൊണ്ടൊന്നും അവസാനിക്കത്തില്ല. ഇത് ഞങ്ങൾ കുറേ ഭാഷകളിലേക്കൊക്കെ മാറ്റി ലോകം മുഴുവൻ എത്തിക്കാനുള്ള സംവിധാനമാണ്. അതിനുള്ള ടെക്നോളജിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ പ്രഭാഷണം കത്തിയും കേൾക്കാൻ വേണ്ടിയല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ തമാശീകരിച്ച് പറഞ്ഞ മറ്റൊന്നുമല്ല, ഇമോഷണൽ ആവണ്ടെന്ന് കരുതിയിട്ടാണ്. ഷാർജയിൽ നമുക്കൊരു ദുരനുഭവം ഉണ്ടായി, സാഹിത്യപരമായിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അതുകൊണ്ട് ഇവിടുത്തെ പ്രഭാഷണ വിശാരദന്മാരിവിടെ ഉണ്ട്. അവർ വരട്ടെ, വേദിയിൽ വരട്ടെ. എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് പറയാം. പക്ഷേ അതിനു മുമ്പ് അമ്മ ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ടും കുറേ ചെയ്തിട്ടുണ്ട്. ഈ പുസ്തക പ്രകാശനം പോലെ തന്നെ അമ്മയുടെ ഒരു കവിയുണ്ട്, കവയിത്രിയുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് മുരളിക എന്ന് പറയുന്ന ഒരു മ്യൂസിക് ആൽബം 2003 ഇറക്കുക. അപ്പം ഞാൻ ഈ പാട്ട് എഴുതുന്നത് കണ്ടപ്പോഴേ അമ്മയ്ക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. അമ്മ ഭയങ്കര ത്രില്ലായിട്ടിരിക്കുമ്പോൾ എനിക്കറിയാം ഈ അമ്മ ഈ സ്കൂളിൽ ഈ തോസിലിന് വേണ്ടിയൊക്കെ കവിത എഴുതി കൊടുക്കുന്നത് എനിക്കറിയാം. ഈ ഒപ്പനപ്പാട്ടൊക്കെ എഴുതി കൊടുക്കാറുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ ആൽബത്തിനകത്ത് അമ്മയുടെ ഒരു സോങ് വേണം. യു വോണ്ട് ബിലീവ്, അമ്മയുടെ ഏക റെക്കോർഡഡ് സോങ് ആണ് ഇന്ന് അതിവിടെ പ്ലേ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ മുരളിക എന്ന് പറയുന്ന മ്യൂസിക് ആൽബത്തിൽ ആ ഗാനം ആണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു അമ്മയുടെ ഗാനത്തിലേക്ക്. താങ്ക് യു. അമ്പലപ്പുഴ കൃഷ്ണ മോക്ഷമേഘനേ കുമ്പിടുന്നേ
നമ്മുടെ സാഹിത്യ മേഖലയിലെ സർവ്വതലങ്ങളിലും സജീവ സാന്നിധ്യമായിട്ടുള്ള പ്രിയപ്പെട്ട MDR, നമ്മുടെയൊക്കെ MD രാജേന്ദ്രൻ സാറിനെയാണ് അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ആരെങ്കിലും താങ്ങി പിടിക്കാനില്ലെങ്കിൽ ഞാൻ വീഴുന്നത് കാണാം. ഒരിക്കൽ തൃശ്ശൂരുള്ളൊരു മീറ്റിങ്ങിന് പോയപ്പോൾ ഈ സ്റ്റാർ നൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പടികൾ, സ്റ്റെപ്പുകൾ കാണും. അപ്പോൾ സുരേഷ് ഗോപിയും ചെറുപ്പക്കാരൊക്കെ പെട്ടെന്ന് ചാടി കയറുമ്പോൾ ഞാനും ഒരു പേരുണ്ടല്ലോ, സെലിബ്രിറ്റി ആയിട്ട് ഇങ്ങനെ കയറുകയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ പോയപ്പോൾ ഞാൻ വീണു. പ്രായമായതുകൊണ്ട് ഡൈ ചെയ്തുകൊണ്ട് അറിയില്ല, അതുകൊണ്ട് പിടിക്കാനും ആളില്ല. ഞാനിങ്ങനെ അന്തരാളഘട്ടത്തിൽ പോയി പെട്ടു. അതിവിടെ ഉണ്ടാകുമോ എന്നുള്ള ഒരു പേടിയിലാണ് ഞാൻ ഇരുന്നത് ഈ പ്രസംഗം കഴിയുന്നത് വരെ. ഈ ഒരു സംഭ്രമത്തിൽ തന്നെ ഒഴിവാക്കിയത് നമ്മുടെ സോഹൻ്റെ പ്രസംഗമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഫലിതം പറയുമെന്ന്. ഒരിക്കലും ഞാൻ ഫലിതം പറയില്ല, കാരണം ഫലിതം പറയാനുള്ളൊരു വേദിയല്ല ഇത്. ഇവിടെ ഞാൻ ഫലിതം പറഞ്ഞാൽ നിങ്ങളാരും ചിരിക്കില്ല. മാത്രമല്ല, ഇവിടെ സന്നദ്ധ സേനാംഗങ്ങൾ, എനിക്ക് തോന്നുന്നത് സോഹൻ്റെ ആൾക്കാർ, അവരെന്നെ പിടിച്ച് പുറത്താക്കും, സംശയമില്ല. കാരണം ഇതൊരു ക്ഷേത്രമാണ്. നിങ്ങൾ ആദ്യത്തെ ആ പാട്ട് കേട്ടോ. ഞാൻ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പാട്ട് എഴുതും, എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ പി ഭാസ്കരൻ എഴുതും, അതുപോലെ ഇടശ്ശേരി എഴുതും, ഒരുപാട് പേര് പാട്ട് എഴുതാറുണ്ട്. പക്ഷേ ഈ പാട്ടിൻ്റെ തുടക്കം ആലോചിച്ചു, അമ്പലപ്പുഴ കൃഷ്ണ. അപ്പം അമ്മയുടെ മനസ്സിലാക്കിയ ഒരു മകൻ ആ അമ്മയെ ജീവനോടെ നടത്തുകയാണ്. ഇത്രയും ചൈതന്യമുള്ള ഒരു സ്ത്രീയുടെ ഈ ഒരു പെർഫോമൻസും ഈ അമ്പലവും, തകഴിയുടെയൊക്കെ അമ്പലമാണത്, കുഞ്ചൻ നമ്പ്യാരുടെ സ്ഥലമാണത്. ആ അമ്പലം മുഴുവൻ ഡെപ്പിക്റ്റ് ചെയ്തതിൻ്റെ മുമ്പിൽ ഈ പിഴച്ചു വീഴാൻ പോകുന്ന MDR എന്ത് ചെയ്യാനാണ്? ചെയ്യാൻ വന്നതാണ് ഞാൻ. ഈ തിരുവനന്തപുരത്ത് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ MAക്ക് പഠിക്കുമ്പോൾ, ചോസറെ കുറിച്ച് പഠിക്കുമ്പോൾ, വലിയ ആംഗ്ലേയ കവികളെ കുറിച്ച് പഠിക്കുമ്പോൾ ശുദ്ധ മലയാളം മനസ്സിലാക്കിയ ഒരു സ്ത്രീ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് അറിഞ്ഞിരുന്നില്ല. സത്യം, എൻ്റെ അജ്ഞതയാണത്. ഞാനൊക്കെ എഴുതുന്ന പോലെ കാക്കനാട് അജ്ഞതയുടെ താഴ്വരയിലാണ് ഞങ്ങൾ, കേരളം. ഞാൻ തുഞ്ചൻ പറമ്പിൽ പോയിരുന്നു. പിന്നെ അവിടെ പാട്ടെഴുത്തിലെ കവിത എന്ന് പറഞ്ഞൊരു സെമിനാർ ഉണ്ടായിരുന്നു. അതിൽ എന്നെ പിടിച്ച് അവിടെ ഇരുത്തി. ഞാൻ 50 വർഷം സിനിമയിൽ പാട്ടെഴുതി പോലും, അതാണ് എന്നെ കൊണ്ടുപോയുള്ള മാനദണ്ഡം. തുഞ്ചൻപറമ്പ് ഞാൻ പോകുമ്പോഴേ ഞാനെപ്പോഴും വാസുവേട്ടനെ കാണും. വാസുവേട്ടനാണ് തുഞ്ചൻപറമ്പ്, കാരണം അക്ഷരങ്ങളുടെ ഖനിയാണ് വാസുവേട്ടൻ. അപ്പോൾ വാസുവേട്ടൻ പോയിട്ട് 1 വർഷം കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിവിടെ വാസുവേട്ടനെ കാണാൻ പോയതാണ്. വാസുവേട്ടനെ കാണാൻ പോയപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ആ തുഞ്ചൻപറമ്പ് മുഴുവൻ വാസുവേട്ടൻ. 1 അല്ല 2 അല്ല 3 അല്ല, ഓഡിയൻസ് മുഴുവൻ വാസുവേട്ടനാണ്. ഈ മോഹൻ്റെ AI പരിപാടി ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ ആലോചിച്ചു. അല്ല, ഞാൻ കണ്ടത് വാസുവേട്ടന്മാരാണ്. കാരണം അക്ഷരസ്നേഹികളായ ഒരുപാട് പേര് അവിടെ ഇരിക്കുകയാണ്. അവരോട് ഞാൻ ഒരബദ്ധം പറഞ്ഞു. അബദ്ധമല്ല, ഒരു സുബദ്ധം. അത് നിങ്ങളും അത് ശ്രദ്ധിച്ച് കേൾക്കണം. മലയാളത്തിൻ്റെ എഴുത്തമ്മയെക്കുറിച്ച് ഞാനിത് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് മലയാളത്തിനൊരു എഴുത്തമ്മയുണ്ട്, എഴുത്തച്ഛനുണ്ട്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തമ്മ ആരാണ്? ബാലാമണിയമ്മയാണോ? ലളിതാംബിചന്ദ്രജനാണോ? M ലീലാവതിയാണോ? ലേറ്റസ്റ്റ് എഴുത്തമ്മ അതാണ് ഇപ്പോഴും. ഇവരൊക്കെ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ആൾക്കാരാണ്. ഇവരെയൊക്കെ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ മലയാളത്തിൻ്റെ എഴുത്തമ്മ എന്ന് പറയാൻ ഒരാളേ ഉള്ളൂ. അതിനുള്ള രേഖ എന്താണെന്ന് നോക്കുമ്പോൾ ഈ പുസ്തകമാണ്. ഈ പുസ്തകം ആരാ എഴുതിയത്? ഒരു മകൻ എന്താ ചെയ്ത്? അടിച്ചു മാറ്റാൻ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരമ്മയുടെ പുസ്തകം അടിച്ചു മാറ്റാനൊരു മകനും കഴിയില്ല. കാരണം അത് ദേവിയാണ്. ദേവിയെ പൂജിക്കുന്ന ആൾ ആ പുഷ്പങ്ങളൊക്കെ മാറ്റും, നിർമാല്യം അങ്ങനെ മാറ്റുകയുള്ളൂ. അല്ലാതെ അമ്മയെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട ഈ മകൻ മാത്രമല്ല, അമ്മയുടെ ഓരോ ഭാഗങ്ങളായ മക്കൾ, പെൺമക്കൾ, ഇവരെല്ലാം ഈ അമ്മയെക്കുറിച്ച് പറയുകയാണ്. അത്രമാത്രം ലേറ്റാണോ ഈ അമ്മ എന്നൊരു ക്രിട്ടിക്കലായ മനസ്സോടെ ഞാനിത് വായിക്കാനെടുക്കുമ്പോൾ യു വോണ്ട് ബിലീവ്, ബാക്കിയുള്ള അമ്മമാരെയൊക്കെ ഞാൻ ആലോചിച്ചു. അവസാനമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു അമ്മ ഇപ്പോൾ നമ്മുടെ
ലീലാവതി ടീച്ചറാണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, എനിക്ക് വളരെ അടുപ്പമുള്ള ടീച്ചറാണ്. ഈ ടീച്ചർ വർണ്ണരാജി എന്ന് പറയുന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നിരൂപണ ഗ്രന്ഥം. കവിതകളെക്കുറിച്ചൊക്കെ ഗംഭീരമായിട്ടുള്ള റൈറ്റപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അംഗീകരിക്കുന്നു. മാത്രമല്ല മലയാള കഥയുടെ മലയാള ചരിത്രം മുഴുവൻ അരച്ചു കലക്കി കുടിച്ച ഒരു പുസ്തകം എഴുതിയ അമ്മയ്ക്ക് എന്തുകൊണ്ട് യോഗ്യതയുണ്ട്, എന്തിന് മലയാളത്തിലെ ഒരു നല്ല എഴുത്തുകാരി എന്നറിയപ്പെടാൻ. അതുപോലെ ലളിതാംബി എന്ന് പറഞ്ഞ അഗ്നിസാക്ഷി കേരളത്തെ പിടിച്ച് കുലുക്കിയ ഒരു പുസ്തകമാണത്, അന്തർജനം. പിന്നെ അതുപോലെ വ്യാഴവട്ട സ്മരണ എഴുതിയ കല്യാണിക്കുട്ടിയമ്മ, അവരും ശ്രേഷ്ഠയാണ്. എനിക്ക് അനുഭവത്തിൽ പറയുകയാണ്, അവരെയൊക്കെ എഴുത്തമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഈ പുസ്തകത്തിൻ്റെ ഓരോ പേജിൽ കൂടെ പോകുമ്പോഴും നമുക്ക് കിട്ടുന്നത് വല്ലാത്തൊരു ലോകമാണ്. അതായത് ഈ പുസ്തകം അവസാനിക്കുമ്പോൾ, പുസ്തകം കയ്യിലുള്ളവരുമായി എടുത്തു നോക്കിയാൽ അറിയാം, ഈ അമ്മ കോട്ട് ചെയ്തിരിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നം ഇന്നൊന്നും ഉണ്ടായതല്ല, ഗോളാന്തരങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. എന്താണ്? ആത്യന്തികമായിട്ട് മനുഷ്യനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഹിംസയുടെ വാസന. കന്നേറ്റി പറഞ്ഞതുപോലെ, ഇപ്പം ഞാൻ സോഹൻ, അതുപോലെ നമ്മുടെ ദൂരദർശൻ്റെ പഴയ ഡയറക്ടർ ശാരദ, ഇവരൊക്കെ വന്ന് അവിടെ നിറഞ്ഞു. പിന്നെ നമ്മുടെ സുധീഷ്, പിന്നെ തൃശ്ശൂരിൽ നിന്ന് വന്ന അവിടുത്തെ സാഹിതി എന്നുള്ള വലിയ സംഘടനയുടെ ആത്മാവും ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ, ഇവരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇത്രയും പേര് ഇരുന്നപ്പോൾ സോഹൻ്റെ പെങ്ങളെ അങ്ങോട്ട് വിളിച്ചു. പെങ്ങൾ വന്ന് എന്നെ പരിചയപ്പെടുത്തി. പക്ഷേ അവർക്ക് അവർ ഇരിക്കാനിടമില്ല, കാരണം ആ കസേര ഓക്കെയാണ്. ആ പെങ്ങളൊരു നല്ല പെങ്ങളായതുകൊണ്ട് തിരിച്ചിവിടെ വന്നിരുന്നു. പക്ഷേ ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ റഷ് നടത്തുന്ന ഒരു മനുഷ്യ സ്വഭാവമുണ്ട്, സ്വാർത്ഥത. ആ സ്വാർത്ഥത കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെട്ടി സ്വാർത്ഥത എന്നുള്ളതിൻ്റെ ആ അച്ചുതണ്ടിലാണ് കറങ്ങുന്ന ഭൂമിയാണ് നമ്മൾ കാണുന്നത്. അതാണ് കന്നേറ്റി പറഞ്ഞത്. ഈ മത്സരം ഉണ്ടല്ലോ, മനുഷ്യൻ്റെ ഈ മത്സരം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മത്സരം തുടങ്ങിയതെന്നാണ്? ആര്യ ദ്രാവിഡ സങ്കലനത്തിൻ്റെ ഒരു വലിയ ചരിത്രമുണ്ട്. ആര്യനാണോ ഗ്രേറ്റ്? അതിൽ നിന്ന് സങ്കരം നടത്തി വന്ന, അതിന് ശേഷം വന്ന സംഘകാലം, അതുപോലുള്ള ബുദ്ധൻ, ജൈനൻ, ഈ 7-ാം നൂറ്റാണ്ട് വരെയുള്ള ഈ ചരിത്രം ഇങ്ങനെ നമ്മൾ പഠിച്ച് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു വലിയ പ്രശ്നമുണ്ട്. ഇവിടെ കോംപ്രമൈസ് ഇല്ല. ഈ കോംപ്രമൈസ് ഇല്ലാതെ ഇതിങ്ങനെ സമാന്തര രേഖ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും കോംപ്രമൈസ് ഇല്ല. എന്താണ്? ആര്യനും ദ്രാവിഡനും തമ്മിൽ കോംപ്രമൈസ് ഉണ്ടാവില്ല. സവർണനും അവർണനും, ആര്യനും ദ്രാവിഡനും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല സവർണൻ, ഇതിനേക്കാൾ ഭീകരമാണ് മറ്റു ഭൂഖണ്ഡങ്ങളിലുള്ള സവർണന്മാർ. ടാൻസാനിയ, ആഫ്രിക്ക എന്ന് പറയണ്ട. ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും, ഏറ്റവും പരിഷ്കൃതമായിട്ടുള്ള ലണ്ടനിൽ പോലും ഈ പരിപാടി എന്താണ്? പരസ്പരമുള്ള ഈ മത്സരം. അപ്പോൾ ഈ മത്സരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യന് കഴിയില്ല. അത് കേരളത്തിലും കഴിഞ്ഞിട്ടില്ല എന്ന് ഒരാൾ എഴുതുകയാണ്. ആരാണ് എഴുതുന്നത്? ഈ വലിയ എഴുത്തുകാരി. ആ പുസ്തകം സമാഹരിക്കുമ്പോൾ പുള്ളി പറയുന്നത്, മുണ്ടശ്ശേരി മാഷടക്കം കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷടക്കം ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യമാണിത്. ഇവിടെ ഈ ഒരു സ്വഭാവം, ഏത് കന്നേറ്റി പറഞ്ഞ പോലെ ഈ മത്സരം, ആര്യനും അനാര്യനും, ഇത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെന്താണൊരു പോംവഴി? എനിക്ക് പോംവഴി നിർദ്ദേശിക്കാൻ പറ്റില്ല, കാരണം പോംവഴിയില്ല. അപ്പോൾ ആ അമ്മ എത്തിയ കൺക്ലൂഷൻ ഉണ്ടല്ലോ, അത് സാഹിത്യത്തിലും സംസ്കാരത്തിലും അതീതമായി ഇന്ത്യയുടെ വലിയൊരു പ്രശ്നമാണ് പുള്ളി പറഞ്ഞിട്ട് പോയത്. ഇത് പറയുന്ന ആൾക്കാർ വളരെ കാലം മുമ്പേ പറഞ്ഞിരുന്നു. അത് ജവഹർലാൽ നെഹ്റുവിന് മുമ്പ് പറഞ്ഞിരുന്നു, അതിന് ശേഷവും പറഞ്ഞിരുന്നു. അത്രയും വലിയ നമ്മുടെ ശശി തരൂരും പറയുന്നുണ്ട്, ഇംഗ്ലീഷിലാണെങ്കിലും. അപ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്യന്തികമായിട്ട് ഇത് കോട്ട് ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് എഴുതി വെച്ച ആ അമ്മയാണ്. അമ്മ പ്രവചനാത്മകമായ ഒരു ഖണ്ഡികയാണത്. ഞാൻ ഉദ്ദേശിച്ചു എന്താണ് ഈ അമ്മ പറയാൻ പോകുന്നത്. അപ്പോഴാണ് ഞെട്ടിപ്പോയത്. കാരണം ഇദ്ദേഹം പറഞ്ഞത് ഇതിനൊരു
ഒരു പരിസമാപ്തിയില്ല. ഇത് നടന്നുകൊണ്ടേയിരിക്കും. സൊല്യൂഷൻസ് ഇല്ലാത്ത ഒരു വലിയ പ്രശ്നം ഉന്നയിച്ചിട്ടാണ് ആ പുസ്തകം അവിടെ നിൽക്കുന്നത്. അതിന് ശേഷം അമ്മയുടെ ഏറെക്കുറിപ്പ് എഴുതി എനിക്ക് അറിഞ്ഞുകൂടാ, അത് അദ്ദേഹം സമാഹരിക്കുമെന്ന് നമുക്കറിയാം. എങ്കിലും അതുവരെയുള്ള അമ്മയുടെ ഒരു കഥ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഞെട്ടിപ്പോകും. അമ്മയ്ക്ക് പൈസയൊന്നുമില്ലായിരുന്നു, അമ്മയ്ക്ക് യാതൊരു വൈതാളികന്മാരുടെ സപ്പോർട്ടും ഇല്ലായിരുന്നു. ഒരു പാവപ്പെട്ട സ്ത്രീ. ഈ പാവപ്പെട്ട സ്ത്രീയുടെ യാതന ആ പുസ്തകം വായിച്ചാൽ അറിയാം. ഇവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മകൻ്റെ സ്വത്വം, ഐഡൻറ്റിറ്റി ഓഫ് മൈ സൺ ഇതുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഫാമിലിയുടെ മാത്രമല്ല, കുട്ടികളുടെ എല്ലാം. ഇവരെ വളർത്തുക മാത്രമല്ല, അവരിൽ ഒരു വ്യക്തിത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ സന്ധ്യ പറഞ്ഞില്ലേ, കറക്റ്റാണ്. കാരണം ഓരോ കാര്യത്തിലും ഫാമിലിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും എണ്ണി തിട്ടപ്പെടുത്തി ഈ മക്കളുടെ ഭാവിയിലേക്കുള്ള പ്രയാണത്തിൽ അവരെയാണ് പ്രോത്സാഹിപ്പിച്ചെടുക്കേണ്ടത്. അതാരാണ്? അതിന് മാതൃകയാവണം പേരൻസ്. അവിടെയാണ് ഫെമിനിസം ഉള്ളത്. ഞാൻ ഏറ്റവും ഉയർന്ന ബിരുദം ഉണ്ടാക്കിയ ഒരു വലിയ സ്ത്രീയാണ്. എൻ്റെ ഭർത്താവ് 5 വർഷം എന്നേക്കാൾ താഴെയാണ് ഡിഗ്രിയിൽ. അതുകൊണ്ട് ഈ ശാസ്ത്രിയെ ഞാനിത് ബഹുമാനിക്കുന്നില്ല എന്നല്ല ചിന്തിച്ചത്, ആ ശാസ്ത്രിക്ക് സ്നേഹം കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഉദാത്തമായൊരു സ്ത്രീ സങ്കല്പം നമ്മൾ പുരാണത്തിലേ കണ്ടിട്ടുള്ളൂ, ഇല്ലേ? വൈദേഹി പോരേണ്ട ബാലേ, പൈതാക ശാന്തിക്ക് ഉപായങ്ങളില്ലേ, ഹേ ദേവി കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ, പാദവ്യതയ്ക്ക് അങ്ങ് ശ്രീരാമരാമ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഇല്ല ഞാൻ വരികയാണ്, ഞാനങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് പോയൊരു സീതയുണ്ട്. അരവിന്ദൻ്റെ കാഞ്ചന സീതയൊന്നുമല്ല, ഈ ലൈനിലാണ് സീതയുള്ളത്. എല്ലാ തടസ്സങ്ങളും പറയുമ്പോൾ എൻ്റെ രാമൻ്റെ പിന്നാലെ ഞാൻ വരികയാണ്. അതാണ് സ്ത്രീത്വം. അപ്പോൾ ഈ രാമനെ സ്നേഹിച്ച ഒരു സീതയുടെ ഒരു വലിയ സങ്കല്പം നമ്മുടെ ഹൈന്ദവ പുരാണത്തിലുള്ളപ്പോൾ വേറൊരു സീത എവിടെയെന്ന് ആലോചിച്ചു. നമ്മുടെ കമുകറെ മറ്റോ പാടിയിട്ടില്ലേ? ഏതാണ് ആ പാട്ട്? ഇപ്പോൾ എല്ലാം സിനിമാ പാട്ട് പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ. മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു, ദുഷ്ടനാം ദുർവിധി വീണ്ടും, ഇതാ ദുഷ്ടനാം ദുർവിധി വീണ്ടും, അല്ലേ? യുഗങ്ങൾ കഴിഞ്ഞിട്ടും ജഗം തന്നെ മാറിയിട്ടും ചരിത്രത്തിൻ ചക്രം വീണ്ടും തിരിയുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു കൊതുകാണ്. ഈ ക്ഷീരമുള്ളൊരു അകടിൻ ചുവട്ടിലും ഈ ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന് പറഞ്ഞ പോലെ ഈ പാട്ട് ഞാൻ പാടുമ്പോൾ അച്ഛൻ പറയും, എടാ അതിലൊരു പെശകുണ്ട്, ഭാസ്കരനൊരു തെറ്റ് പറഞ്ഞിട്ടുണ്ട്, ജഗം എന്ന് പറയില്ല, ജഗത്ത് എന്നേ പറയാറുള്ളൂ. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതാണ്. സംസ്കൃതത്തിൻ്റെ ഒരു വലിയ ആളാണ് ഇരിക്കുന്നത്, അതറിയാവുന്ന മകനുമാണ്. അപ്പോൾ ഈ മറ്റൊരു സീതയുടെ സങ്കല്പം മനസ്സിൽ വെച്ച് നീങ്ങുന്ന ഒരു മഹതി എന്തുകൊണ്ട് എഴുത്തമ്മയായെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. കട്ട് സിനിമയുടെ അങ്ങനെ പറയണമല്ലോ, സിനിമയുടെ സ്റ്റൈൽ അതാ. ഒരാൾ കാമുകിയെ അങ്ങനെ ഉണരാൻ വേണ്ടി ചെല്ലുമ്പോൾ പെട്ട സംവിധായകന് കട്ട്, ഹീറോയിൻ നിരാശ, ക്യാമറാമാൻ നിരാശ എന്ന് പറഞ്ഞ പോലെ ഞാൻ കട്ട് ചെയ്തത് നേരെ പോകുന്നത് ലുലു സെൻറ്ററിലേക്കാണ്. ലുലു സെൻറ്ററിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഞാൻ താമസിച്ചാണ് പോയത്. അപ്പോൾ നമ്മുടെ മഹാകവി അക്കിത്തത്തിന് ഈ നടക്കാൻ വയ്യ. അവസാന കാലത്ത് അദ്ദേഹം വോക്ക് വെച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ അക്കിത്തത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, അക്കിത്തം നമ്മുടെ മഹാനായ MT വാസുദേവൻ നായർ എന്ന മനുഷ്യൻ, എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ ജീവാത്മാവും പരമാത്മാവാണ് അദ്ദേഹം. അദ്ദേഹം പോയിട്ട് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്ന ഞാൻ കണ്ടു, അക്കിത്തത്തിൻ്റെ മുമ്പിൽ. അതാണ് അക്കിത്തം. അപ്പോൾ അത്രമാത്രം അക്ഷരങ്ങളുടെ തേജസ്സാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അവസാന കാലം ഇപ്പോൾ നടക്കാൻ പറ്റപ്പോൾ വോക്കറൊക്കെ വെച്ചാണ് വന്നിരിക്കുന്നത്. ഒരു കസേരയിലിരിക്കുന്നു. കുറച്ച് അപ്പുറത്ത് മാറി ടീച്ചർ ഇരിപ്പുണ്ട്, ലവ് ടീച്ചർ. ഞാൻ ചെന്ന് സംസാരിക്കുന്നു. അപ്പോൾ ടീച്ചർ ലോഹ്യമൊക്കെ പറയുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ ഉത്തോലകം എന്നുള്ള വാക്ക് ഞാൻ കേട്ടു. അതിൻ്റെ എന്തോ സംശയങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്കിത്തത്തിനൊരു ചെറിയ ഗുണവും ദോഷവും ഉള്ളത്, അക്കിത്തം എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ കടന്നു പോകൂ എന്ന് പുള്ളി പറയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മുറുക്കിയത് എന്തോ ഒരു വ്യാക്ഷേപകത്തിൽ
പുള്ളി മറുപടി പറയാമെന്നതിൻ്റെ അർത്ഥം അക്കിത്തം മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യ എങ്ങോട്ട് പോകുന്നു തിരുമേനി എന്നേ പറയുള്ളൂ. തപസ്യയിൽ നിന്ന് രാജിവെച്ച് പുരോഗമന സാഹിത്യ സംഘത്തിൽ ചേരുന്നുണ്ടോ എന്നേ പറയുള്ളൂ. ഇങ്ങനൊരു പ്രത്യേക സ്വഭാവശേഷം ഉണ്ട്. ഇദ്ദേഹം വോക്കറിലിരിക്കുന്നു, ഞാൻ ചെല്ലുന്നു, ടീച്ചർ ഈ ഉത്തോലകം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ അടുത്ത് ചെന്നിരുന്നു, ലോക്യമൊക്കെ പറഞ്ഞു. അക്കിത്തം എന്നിൽ നിന്നോ പ്രതീക്ഷിക്കുന്നു തോന്നി. അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് വോക്കർ വെച്ചിട്ട്. അപ്പോൾ ടീച്ചർ ഈ ഉത്തോലകം വിടുന്നില്ല, ചർച്ച നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതല്ല ഇതാണ് ശരി എന്നുള്ള അർത്ഥത്തിൽ ടീച്ചർ പറഞ്ഞു അങ്ങനെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്കിത്തം ഇങ്ങനെ കാണിക്കുന്നു, വീണ്ടും വീണ്ടും കാണിക്കുന്നു. അപ്പോൾ എനിക്കൊരു സംശയം, ഇത് സാഹിത്യം വിട്ടല്ലോ വേറെന്തോ പ്രശ്നമാണല്ലോ, ശാരീരിക പ്രശ്നമാണോ സംശയം തോന്നി. അപ്പോൾ അക്കിത്തം എന്നോടിങ്ങനെ ദയനീയമായിട്ട് ശങ്ക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ഒരു ശങ്കയും വേണ്ട, ഉത്തോലകം തന്നെ ശരി, ശങ്ക കുറേ കൊണ്ട് വിലാപം പോലെ ആയിട്ടുണ്ട്. ഇത് എനിക്ക് സംഭവം മനസ്സിലായി, ഓക്കറാണ്. അപ്പോൾ ഞാൻ ടീച്ചർ ഇത് ചർച്ചയിലെ ശങ്കയല്ല, ബാത്റൂമിൽ പോകണമെന്നുണ്ട്. ടീച്ചർ ആണോ? പെട്ടെന്ന് തന്നെ വോക്കറുമായിട്ട് അക്കത്തെ ഇങ്ങനെ പോകുന്നു, വളരെ ക്ഷീണിതനായിട്ട് പോകുന്നു, ഞാൻ കൂടെ. ഈ ബാത്റൂമിൽ പോകുന്നതിന് അനുയായി എന്ന് എനിക്കറിയില്ല. ഇദ്ദേഹം ഇങ്ങനെ നടന്നു കിടാൻ ഈ യൂസഫലി കാണിച്ചൊരു വലിയ കുഴപ്പമല്ല. ഈ ലുലു സെൻറ്ററിന് അവിടെ പോയാൽ പറയാം, തിരുവനന്തപുരത്ത് ലുലു സെൻറ്ററിൻ്റെ മെയിൻ ഹാളിൻ്റെ കുറേ ദൂരം മാറിയാണ് ഈ ബാത്റൂം. അപ്പോൾ ഈ വോക്കറുമായിട്ട് ഈ മഹാകവി ഇങ്ങനെ നടക്കുന്നു, ഞാൻ കൂടെ പോകുന്നു, ബാത്റൂമിൽ ഞങ്ങൾ ഒരുമിച്ച് കയറുന്നു. പിന്നെ ഈ വോക്കർ വെച്ചവിടെ പറ്റില്ല, കുറച്ച് ഉയർന്ന പ്രതലമാണ്. അദ്ദേഹത്തിൻ്റെ പരിശുദ്ധമായി ഈ കർമ്മം നിർവഹിക്കണമെങ്കിൽ എൻ്റെ സഹായം കൂടിയേ കഴിയും. ഞാൻ കൈക്ക് പിടിച്ച് പുള്ളിയെ അവിടെ നിർത്തുന്നു. അനന്തമായ നിൽപ്പ്, അനന്തമായിട്ട് നിൽക്കുകയാണ്, ഒന്നും സംഭവിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞ് അക്കിത്തം പറഞ്ഞു ഓക്കെ എന്ന്. അപ്പം ഞാൻ ആലോചിച്ചു ഒന്നും സംഭവിച്ചില്ലല്ലോ, പക്ഷെ മനസ്സിന് തോന്നി അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു. അദ്ദേഹം തിരിച്ചു നടക്കുന്നു. ഞാൻ ഈ കഥ പറയുന്നത് വെറുതെ പറഞ്ഞതല്ല. അപ്പോൾ അക്കിത്തം ഇങ്ങനെ നടക്കുമ്പോൾ രാമ 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 പാഹിമാം എന്ന് ജപിക്കുന്നത് പോലെ അക്കിത്തം പറയാണ്, കരുതുവതിഹ ചെയ്യ ചെയ്യാൻ വറുതില വെച്ചിടിൽ നിന്നിടാ വിചാരം പരമഹിതമറിഞ്ഞുകൂടാ ആയുസ്ഥിരതയോമിൽ നടന്നു പോകുന്ന മനുഷ്യൻ. അപ്പോൾ പുള്ളിയുടെ മനസ്സാണ് ഈ മന്ത്രിച്ചുകൊണ്ടിരുന്നത്. അത് വേദങ്ങളിലെ മന്ത്രമായിരുന്നില്ല, അത് സാക്ഷാൽ ശിവസ്തുതി ആയിരുന്നില്ല. അദ്ദേഹം ചൊല്ലിയത് കുമാരനാശാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കവിതയുടെ ഏറ്റവും പ്രഗത്ഭമായ ഭാഗമാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ അമ്മ എഴുതിയ വാക്കിൻ്റെ അർത്ഥം അവർണനും സവർണനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാധാരണ അക്കിത്തം എന്ന് പറയുന്നത് ഇപ്പോൾ കോട്ടലക്ഷ്യം ഉള്ളതുകൊണ്ട് ജാതി പറയാൻ പാടില്ല, എങ്കിലും പറയാണ് അക്കിത്തം, നമ്പൂതിരി, ഇങ്ങനെയൊക്കെയുള്ള അക്കിത്തിരിപ്പാടാണത്, കുറച്ചുകൂടെ മുകളിലേക്കാണിത്. ഈ അക്കിത്തിരിപ്പാട് ചൊല്ലുന്നത് ഒരു കുമാരനാശാൻ്റെ കവിത ശകലമാണ്. അപ്പോൾ കുമാരനാശാൻ എഴുതി വെച്ച ആ കവിതയുടെ ഒരു ആഴം മനസ്സിലാക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞു. അതുകൊണ്ടാണ് വെളിച്ചപ്പാടിൻ്റെ മുഖത്ത് എന്തോ ചെയ്തില്ല ഒരു സിനിമയല്ലോ വാസുവേട്ടൻ, ആ വാസുവേട്ടൻ പോയി സാഷ്ടാംഗം വീഴുന്ന കാര്യം അതാണ്. അപ്പോൾ ഈ കുമാരനാശാനെ ശരിയായിട്ട് മനസ്സിലാക്കിയ ഒരു തലമുറയുടെ അങ്ങേയറ്റത്തെ കണ്ണിയാണ് ഈ പറയുന്ന മഹതി. അപ്പോൾ സോഹനെ പ്രസംഗവർഷത്തിന് പോയതൊക്കെ പറഞ്ഞില്ലേ, സോഹൻ അതൊക്കെ വായിച്ച രസമാണ്. പാടാൻ പോയി, അഭിനയിക്കാൻ പോയി, ഇതൊക്കെ അമ്മയുടെ പ്രേരണയാണ്. എൻ്റെ അച്ഛനും എന്നെ പ്രേരിപ്പിച്ചിരുന്നു. ഞാനിതുപോലെ പ്രസംഗമത്സരത്തിന് ചെറിയ പ്രായത്തിൽ ഇങ്ങനെ പോയി. അങ്ങനെ പോയതിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? എനിക്കൊരു വലിയ ദുഃഖമുണ്ട്. എന്താണെന്നറിയാം, ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് എവിടെ BAയ്ക്കും SSLC ഒക്കെ പോകുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരുത്തൻ നിന്നങ്ങ് കാച്ചു കാണും. അന്നൊക്കെ 5 മിനിറ്റാണ് പ്രസംഗം. നെഹ്റുവിനെ കുറിച്ചാണ് 5 മിനിറ്റ്, ഹിമാലയത്തെ കുറിച്ച് 5 മിനിറ്റ്. 5 മിനിറ്റ് കട്ട് ചെയ്ത് പോയ ഒരു സെൻറ്റൻസ് കൂടെ മാർക്ക് കിട്ടുകയല്ല. എനിക്കൊരു വലിയ പ്രതിയോഗി, അയാളിപ്പോൾ ജീവഹാനി ഭയന്ന് കേരളത്തിലുണ്ടെന്ന് എൻ്റെ അറിവ്. എൻ്റെ സുഹൃത്താണ്, ഒരു ഗവർണറാണ്, ആനന്ദബോസ് എന്ന് പറയും. അപ്പോൾ പുള്ളിക്ക് എപ്പോഴും പുള്ളിയാണ് ഒന്നാമൻ, ഞാനിപ്പോഴും രണ്ടാമനാണ്. കാരണം നല്ല ഭാഷയിൽ മനോഹരമായിട്ട് 5 മിനിറ്റ് കറക്റ്റാണ്.
ഒരു സെൻറ്റൻസ് കൂട്ടിപ്പോയ മാർക്ക് കിട്ടില്ല. അങ്ങനെ പ്രസംഗ മത്സരത്തിൽ ഞാൻ പോയ പോലെ ഈ മനുഷ്യനെ അയച്ചു ആ അമ്മ. ഒരുപാട് സ്ഥലത്ത് പുള്ളി പോരാടി, ഇതുപോലെ തോൽവി ഉണ്ടായിട്ടില്ല. ഉണ്ടോ? ഇല്ല, പറയുന്നില്ല, ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയി മകനെ പല രീതിയിലും വളർത്തിയെടുക്കാൻ ശ്രമിച്ച ഈ അമ്മയുടെ ഒരു വലിയ കഴിവ് മകനെ വളർത്തി എന്നുള്ളതല്ല. നമ്മുടെ നേരത്തെ സന്ധ്യ മാഡം പറഞ്ഞതുപോലെ നമ്മുടെ നാളിതുവരെയുള്ള, ഇപ്പം നിങ്ങളെല്ലാം തിരുവനന്തപുരക്കാർ ആണെന്ന് തോന്നുന്നില്ല. ഞാൻ ചുമ്മാ ഒരു ചോദ്യം ചോദിക്കാം. ഈ പ്രാവച്ചമ്പലം എന്നുള്ള സ്ഥലത്തിൻ്റെ പ്രാധാന്യം എന്താണ് അറിയോ? ഈസിയായിട്ട് പറയാം, എനിക്കറിയാൻ പറ്റുന്നത് എന്തും പറയാം. ധാരാളം പ്രാവുകളുണ്ട്. ഓക്കെ, ആട്ടെ, അമ്മിച്ചിപ്പിള വരുന്നത് എവിടെയാണ്? ഏതോ ഒരു അറിവുള്ള ആളിന് എവിടെയോ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ഈ നെയ്യാറ്റിങ്കരെ കുറിച്ച് ചോദിച്ചാൽ ആ സ്ത്രീ ഒഴിച്ച് ബാക്കി എല്ലാവരും പറയും മോഹൻലാലിൻ്റെ നെയ്യാറ്റിങ്കര ഗോപനാണോ എന്ന് ചോദിക്കും. ആ സമയത്താണ് ഈ നമ്മുടെ ആലപ്പുഴ, നമ്മുടെ തിരുവല്ലം ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും ഒരു കണ്ണികയെ കാണുള്ളൂ. അത് വായിച്ചാൽ ഞെട്ടിപ്പോകും. ഈസിയായിട്ട്. എനിക്ക് ഈ കരുവാടിക്കൂട്ടൻ വലിയ ഐഡിയ ഇല്ലായിരുന്നു. സംഗതി കാര്യമൊക്കെ അങ്ങനെ പറയുമെങ്കിലും വിനയൻ്റെ പടമൊക്കെ കണ്ടിട്ട് അതാണ് കരുമാടിക്കൂട്ടൻ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കരുമാടിക്കൂട്ടൻ്റെ ആ ഒരു സംഭവം ഒരു ഖണ്ഡികയിലാണ് ഇദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. കരുമാടിക്കൂട്ടൻ, അവരെ നമ്മൾ സങ്കല്പിക്കുന്ന ഒരുപാട് ഈ അമ്പലപ്പുഴയുടെ ചരിത്രങ്ങൾ, ഇതൊക്കെ ഭംഗിയായിട്ടാണ്. ഒന്നും വേണ്ട, ഈ കെട്ടുവെള്ളത്തിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചരക്ക് വെക്കാൻ ചന്തയിൽ പോകുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ചങ്ങനാശ്ശേരി ചന്ത കേട്ടിട്ടുണ്ട്. അവിടെ കെട്ടുവെള്ളത്തിൽ കൂടി പോകുന്ന അവരെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ പാട്ടിനെക്കുറിച്ച് കേട്ടു. അവർ പാടുന്ന പാട്ടുണ്ട്, ആ പാട്ടിൻ്റെ വരികളുണ്ട്. അതുവരെ കോട്ട് ചെയ്തിട്ടാണ് ഈ അമ്മ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഒരേ സമയം നമ്മുടെ CV നാവുമുള്ള എഴുതിയ പോലെ അദ്ദേഹത്തിൻ്റെ മാർത്താണ്ഡവർമ്മയൊക്കെ ഉണ്ടല്ലോ, ആ മാർത്താണ്ഡവർമ്മയിലൊക്കെ ഈ തലപുരാണം, സാഹിത്യം, വർഗപരമായ വ്യതിയാനം കേൾക്കണോ? കായംകുളത്ത് ഉള്ള കുറേ വർമ്മമാരുണ്ട്. കിളിമാനൂർ കൊട്ടാരം പോലെയുള്ള വർമ്മമാരുണ്ട് ഇവിടെ. വർമ്മമാരെന്ന് പറയാൻ കാരണം ഈ ഉന്നത കുലജാതനെന്ന് സങ്കല്പിക്കുന്ന ആൾക്കാർ അവരുടെ തട്ടകത്തിൽ പോയി ഇരുന്നിട്ട് അവർ ഈ മഹാഭാരതയെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവരുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കുകയാണ്. ബഹുമാന പുരസ്സരം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം സവർണനാണെന്ന് വെച്ചിട്ട് അവർണൻ വരുമ്പോൾ അടിക്കുന്ന ഒരു സെൻറ്റൻസി അല്ല അത്. കാടിൻ്റെ ഭംഗി, അതാണ്. അയ്യപ്പള്ളിക്ക് ഒരു കവിതയാണ്, കാടിൻ്റെ ഭംഗി. അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഈക്വൽ ഷെയർ കൊടുക്കണം. അങ്ങനെയുള്ള ഒരു പരസ്പര പൂരകമായിട്ടുള്ള സമൂഹ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു കേരളമാണ് നമുക്ക് വേണ്ടത്. ഇത് സ്വന്തം എഴുത്തിൽ പുള്ളി ആവിഷ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗാർഹികമായ പ്രശ്നങ്ങൾ, രൂക്ഷമായ പ്രശ്നങ്ങൾ, ഭർത്താവിൻ്റെ ദുഃഖങ്ങൾ, അതുപോലെ ഭർത്താവിൻ്റെ സാന്ത്വനം, ഭർത്താവിൻ്റെ കുടുംബം, ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, ഇതിങ്ങനെ പടർന്നു പോവുകയാണേ. ഒരു ചരിത്രാഖ്യായിയുടെ സ്വഭാവം വരും. ഇപ്പോൾ വ്യാഴവട്ട സ്മരണയുള്ള കല്യാണക്കുട്ടിയും എഴുതിയൊരു പരിമിതി ഉണ്ട്. അതുപോലെ കുഞ്ഞിരാമൻ നായർ കവിയുടെ കാൽപ്പാടുകളൊക്കെ എഴുതി അങ്ങനെ തകർത്തെങ്കിലും അവിടെ ഭാരതപ്പുഴ മാത്രമേ ഉള്ളൂ. ഇത് ഭാരതപ്പുഴ മാത്രമല്ല, ഭാരത ഖണ്ഡത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാരിനുള്ള അടിക്കല്ലു പാർത്ത് കണ്ട, അതാണ് ദർശനം. ഞാനൊരു മാതിരി പാടുമെന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ 2-3 പാട്ട് പാടി നിങ്ങളെ വിരട്ടണമെന്നുണ്ട്, പ്രത്യേകിച്ചും സോഹനെ. ഞാൻ എഴുതുന്നതിനേക്കാൾ ഭയങ്കരമായൊരു പാട്ട് എഴുതിയിട്ട് ഇന്ന് രാവിലെ ഉണ്ടായ സംഭവമാണ്. ഞാൻ ദാസേട്ടനെ കുറിച്ചിട്ട് പാട്ട് എഴുതി, സ്ഥിരം പതിവുള്ളതാണ്. ജന്മദിനത്തിൽ എഴുതി അയച്ചു കൊടുത്തു. ഇദ്ദേഹം ഉണ്ടല്ലോ, അടുത്ത നിമിഷത്തിൽ എന്നെ വേറൊരു പാട്ട് 4 വരിയല്ലേ ഉള്ളൂ, ഈ പാട്ട് എന്നെ കേൾപ്പിച്ചു. എൻ്റെ അസൂയ വർദ്ധിച്ചു. എന്നുവെച്ചാൽ ഇത് സംഭവം കുഴഞ്ഞല്ലോ എന്ന്. ഞാൻ എഴുതിയത് വേറൊരു സ്റ്റൈലിലായിരുന്നു, ആ സ്റ്റൈലേ ഇല്ല. ഇനി മലയാളത്തിൽ നമ്മളെന്താ ജന്മദിനത്തിന് എന്താ പറയുക? പ്ലീസ് പറയൂ. നിങ്ങൾ ജന്മദിനാശംസകളെ പറയാറുള്ളൂ അല്ലേ? വേറൊരു വാക്ക് പറഞ്ഞ് എല്ലാവരും അറിവുള്ളവരല്ല, മലയാളം അറിയാവുന്നവർ ജന്മദിനാശംസക്ക് പകരൊരു വാക്ക് പറയും. ഞാനും ആ വരി ഇന്നാ മനസ്സിലായ വാക്ക് ഇന്നാ കേട്ടത്. എന്നെ വെട്ടിക്കാൻ ഈ മനുഷ്യൻ ക്ലീനായിട്ട് പ്രയോഗിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ജന്മനാളാശംസകൾ, കറക്റ്റ് അല്ലേ?
അല്ല, ഒരു പുതിയ വാക്കുണ്ടാക്കി. അപ്പോൾ അത് ഞാൻ കൂടാൻ കാരണം ഞാൻ പലയിടത്തും ഇത് പറഞ്ഞ് ആവർത്തിച്ചതുകൊണ്ട് ഒന്ന് മാത്രം പറയാം. എൻ്റെ വന്ന മിഷൻ തന്നെ അതാണ്. നിങ്ങളെല്ലാം കൂടെ ഒരു പ്രമേയം പാസ്സാക്കണം. ഇദ്ദേഹത്തെ മറന്നു കളയുക. മലയാളത്തിൻ്റെ ഇതുവരെയുള്ള സാഹിത്യ സംഭാവനയുടെ അടിസ്ഥാനത്തിൽ മലയാളത്തിൻ്റെ, ഞാൻ നിങ്ങളുടെ വിത്തൗട്ട് യുവർ പെർമിഷൻ പറയാണ്, മലയാളത്തിൻ്റെ എഴുത്തമ്മയായി ഞാൻ ഈ അമ്മയെ പ്രഖ്യാപിക്കുകയാണ്. എതിർപ്പുണ്ടോക്കി പറയാം, ഞാൻ വാദിച്ച് തോൽപ്പിക്കാം. അവിടെ ഇറങ്ങിയിട്ട് മീറ്റിങ്ങിലല്ല. കാരണം നിങ്ങൾ അറിയേണ്ടതാണ്, ഒരുപാട് പേര് ഇലക്ഷനെ മത്സരിക്കുന്ന പോലെ സാഹിത്യമാർക്കുള്ളിൽ ഞാനാണ് എഴുത്തമ്മ എന്ന് പറഞ്ഞ് തള്ളി വരുന്നുണ്ട്. പേര് ഞാൻ പറയുന്നില്ല. കുറേ പേര് ഓൾറെഡി ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ എഴുത്തമ്മ. എന്താണ് നിങ്ങളുടെ തെളിവെന്ന് ചോദിച്ചാൽ ഇതാ ഈ പുസ്തകം കൊടുക്കുക. അങ്ങനെയുള്ള ഒരു പുസ്തകം നിങ്ങൾ വില കൊടുത്ത് വാങ്ങണം, വായിക്കണം. മറ്റൊരു സാഹസം ഞാൻ പറയുന്നു. നമ്മൾ മഹാത്മാഗാന്ധി ഇന്ന് അഹിംസ പഠിപ്പിക്കുന്നത് എങ്ങനെയുണ്ടാവും? ഞാൻ പോയിട്ട് അത് പറയാൻ പോവാണ്. ഒരു വെറ്ററൻ ഡയറക്ടറാണ് ഇങ്ങനെ. ഞാനൊരു സിനിമ ചെയ്യാൻ പോകുന്നു. ആ സിനിമയുടെ പേരാണ് എഴുത്തമ്മ. കൈയടിക്കുന്നില്ലേ? എൻ്റെ പൈസ മുടക്കുന്ന ഇങ്ങേരല്ല, മനസ്സിലായോ? ആ കഥയുടെ അവകാശം മാത്രം വാങ്ങും. അതിനകത്ത് അഭിനയിക്കുന്നവനാണ് സുധീഷ്, അപ്പുറത്തിരിക്കുന്നവൻ, ഒരു സുന്ദരനെ ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന സംഭവം യുഗേഗം എന്നെല്ലാം സംഭവിക്കും. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റിലെ ഒരു ഭാഗം മാത്രം ഞാൻ പറയാം, അങ്ങനെ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. അതിനകത്ത് ആ അപ്രസക്തമായ ഭാഗം ഞാൻ പറയുന്നില്ല, സിനിമ വരുമ്പോൾ കാണാം. ഇനി ഞാൻ പാടാമെന്ന് പറഞ്ഞുകൊണ്ട് 2 ലൈൻ പാടുന്നു. കാരണം എൻ്റെ പാട്ടിൻ്റെ ശക്തിയോടെ മനസ്സിലാക്കണമല്ലോ. എന്നെ ഇപ്പോൾ പാട്ട് നിർത്തി പോകാൻ പറഞ്ഞ ആൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് പാടുന്നത്. ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ ഒരു രോമഹർഷത്തിൻ ധന്യത പുൽകിയ പരിരംഭണ കുളിർ പോലെ പ്രസമാനുരാഗത്തിൻ പൊന്മണിച്ചില്ലയിൽ കവിതേ പൂവായി നീ വിരിഞ്ഞു. കുറിവരച്ചാലെന്നുള്ള നമ്മുടെ ഈ അമ്മ പറഞ്ഞ ആശയത്തിൻ്റെ പാട്ടായിട്ട് വന്നതേ ഉള്ളൂ. അതിൻ്റെ മലയാളം പാടുന്നതിൽ അർത്ഥമില്ല, ഹിന്ദി പാടാം. അതല്ലേ നല്ലത്? അല്ലെ ഹിന്ദി മലയാളം തമിഴും കൂടെ ചേർത്ത് പാടാം. അപ്പോൾ എളുപ്പമുണ്ട്, സമയം ലാഭിക്കാം. കുറിവരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും सुनते भी क्या हो देखते भी क्या हो एक है ईश्वर हो दयामयी ദൈവമൊന്ന് கடவுளொன்று பட்டை போட்டாலும் சிலி செய்வரைந்தாலும் தொழுகை முறை போல் செஞ்சாலும் காண்பதும் ஒன்று கேட்பதும் ஒன்று கருணை கடலாம் கடவுளொன்று ദൈവമൊന്ന് ദൈവമൊന്ന്. എങ്ങനെയുണ്ട്? അതാണിപ്പോൾ ഹിന്ദിയും വന്നു, മലയാളവും വന്നു, തമിഴും വന്നു. ഇത്രയും കഴിവുള്ള ഒരാൾ ആണെന്നുള്ള സംശയമുണ്ടോ നിങ്ങൾക്ക്? സംശയം വേണ്ട, മുഴുവൻ മോഷണമാണ്. നമസ്കാരം. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നില്ല. അവൻ ഇനിയും വരും, ബൈബിളിൽ പറഞ്ഞ പോലെ. അടുത്തതായിട്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് പ്രിയപ്പെട്ട VR സുധീഷ് സാറിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഒരു എഴുത്തുകാരന് എഴുതാനുള്ള ഏറ്റവും വലിയൊരു ഭൂമിക അമ്മയാണ്. പക്ഷേ നമ്മുടെ വളരെ ചുരുക്കം എഴുത്തുകാരെ അമ്മയെക്കുറിച്ച് എഴുതിയിട്ടുള്ളൂ. എൻ്റെ ഒരു വലിയ ആഗ്രഹം അമ്മയെക്കുറിച്ച് എഴുതണം എന്നുള്ളതാണ്. പക്ഷെ അതൊരിക്കലും സാധിക്കാറില്ല. നാളെ ആവട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളത് നീക്കി വെക്കും. ഇപ്പം നേരത്തെ സോഹൻ റോയ് പറഞ്ഞതുപോലെ ഈ ടാപ്പ് എടുത്ത് മുമ്പിൽ വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് കിട്ടുമായിരിക്കും. പക്ഷേ എനിക്കൊന്നും ഇപ്പം അത് സാധ്യമല്ല. കാരണം അമ്മയുടെ ഓർമ്മയൊക്കെ പോയി, ഓർമ്മഭ്രംശം വന്നു പോയി. അതുപോലെ അമ്മ ഉണ്ടാക്കിയ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ, വളരെ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, എല്ലാവരും അത് കഴിക്കാൻ വേണ്ടി വീട്ടിൽ വരുന്നു. പക്ഷെ അതിൻ്റെ റെസിപ്പി പോലും എഴുതി വെക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് ഇപ്പോഴും ഇത് വായിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സങ്കടം.
എത്രയേറെ അപൂർവമായ, അപരിചിതമായ, അസാധാരണമായ എത്രയേറെ ഭക്ഷണ പദാർത്ഥങ്ങൾ. അതൊക്കെ ഒരു കാലത്തിൻ്റെ ഭക്ഷണമാണ്. ഇന്നിനി അത് കിട്ടിയെന്ന് വരില്ല. ഇന്നത്തെ കുട്ടികൾക്കോ തലമുറക്കോ അതൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും എഴുതാൻ പറ്റിയില്ല. അമ്മയെക്കുറിച്ചുള്ള ആ ഒരു വാചകം, അമ്മ ഒരു ഫെമിനിസ്റ്റായിരുന്നു. എൻ്റെ അടുത്ത വാചകം പറയുന്നത്, അമ്മ തനിക്ക് കിട്ടിയ ശമ്പളം മുഴുവൻ അച്ഛൻ്റെ കൈ കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. അന്നത്തെ ഫെമിനിസ്റ്റ് അങ്ങനെയാണ്. അത്രമാത്രം കരുതലുള്ള, അത്രക്ക് സഹാനുഭൂതിയുള്ള, സ്നേഹമുള്ള, കാഴ്ചപ്പാടുള്ള, ലോകവീക്ഷണമുള്ള സ്ത്രീകൾ. അത് അന്നത്തെ കാലത്തിൻ്റെ ഒരു വലിയ സവിശേഷതയാണ്. ഇന്ന് അങ്ങനെയുള്ള സ്ത്രീകൾ ഇല്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ളൊരു അമ്മയാണ് സോഹൻ റോയ് ഈ കസ്തൂരി ശലഭത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഏതായാലും ഈ പുസ്തകത്തിൻ്റെ വായന ഹൃദ്യം. ഈ പുസ്തകത്തിലൂടെ ആ അമ്മ ഓർമ്മിക്കപ്പെടുന്നു. ഈ പുസ്തകത്തിലൂടെ സോഹൻ റോയും ഓർമ്മിക്കപ്പെടുന്നു. ഈ പുസ്തകം നമ്മുടെ മനസ്സിൽ ഒരു വലിയ ഓർമ്മയായിട്ട് മാറുന്നു. നന്ദി, നമസ്കാരം എല്ലാവർക്കും. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ സന്ധ്യ മേഡത്തെയാണ്, മുൻ DGP മേഡത്തെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കസ്തൂരി ശലഭം എന്ന ഈ പുസ്തകം ഒറ്റയിരുപ്പിൽ ഞാൻ വായിച്ചു. ശ്രീ സോഹൻ റോയ്ക്ക് അഭിനന്ദനത്തിൻ്റെ 1000 പൂച്ചെണ്ടുകൾ. സ്വന്തം അമ്മയെ സ്നേഹിക്കാത്തവരാരുമില്ല. ഒരുപാട് സ്നേഹമുള്ളവരാണ് എല്ലാ അമ്മമാരും. പക്ഷേ നമ്മൾ എത്രമാത്രം അമ്മയെ സ്നേഹിച്ചാലും ആ അമ്മയെക്കുറിച്ച് നമ്മളിലുള്ള ഓർമ്മകൾ ഇങ്ങനെ എക്കാലത്തേക്കുമായിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു മകന് തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇത് വായിച്ച ഉടനെ ഞാനും തീരുമാനമെടുത്തു, എൻ്റെ അമ്മയെ കൊണ്ട് എൻ്റെ അച്ഛനെ പറ്റി എഴുതിക്കണം ഉടനെ എന്ന്. അപ്പോൾ ഇത് ശ്രീ സോഹൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ച് കഴിഞ്ഞ കാര്യമാണല്ലോ എന്ന്. കാരണം എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് 1 വർഷമായി. ഇപ്പോൾ അമ്മയ്ക്കായിരിക്കും അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഏറ്റവും നന്നായിട്ട് എഴുതാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഞാനിത് വായിച്ചപ്പോൾ തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു, അമ്മയെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണമെന്ന്. അതുകൊണ്ട് അത്തരമൊരു ചിന്ത എന്നിൽ ഉണർത്തി വിട്ടതിന് ശ്രീ സോഹൻ റോയ്ക്ക് പ്രത്യേകം നന്ദി. കസ്തൂരി മഹോപാധ്യായ എന്ന സ്ത്രീ, അവർ ചരിത്രത്തിൽ ഉപേക്ഷിച്ചു പോയ കാൽപ്പാടുകൾ അവരുടെ ഡയറി കുറിപ്പുകളിലൂടെ, അതുപോലെ തന്നെ അവരുടെ മക്കൾ, അടുത്ത ചില ബന്ധുക്കൾ, ഇവരുടെയൊക്കെ ഡയറി കുറിപ്പുകളിലൂടെ ഈ പുസ്തകത്തിൽ അനശ്വരമാക്കിയിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. പഠിപ്പുള്ള, ചരിത്രബോധമുള്ള ഒരു അമ്മയെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. നമ്മുടെ അമ്മയെക്കുറിച്ച് നമ്മൾ ഏറ്റവും അധികം ഓർക്കുന്നത്, നമ്മളൊക്കെ സ്വാർത്ഥമതികളാണ്, അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി. അപ്പം നമ്മളെല്ലാവരും മിക്കവാറും ആളുകൾക്ക് ഈ അമ്മ വളരെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ വഷളാക്കിയിട്ട് വേറൊരു ആഹാരം കഴിച്ചാലും രുചി തോന്നില്ല. എനിക്കും എൻ്റെ അനിയനും എൻ്റെ മോൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഇതാണ്. എൻ്റെ മോള് വിളിച്ചു കഴിഞ്ഞ ഉടനെ ചോദിക്കുന്നത്, അമ്മയെ ഞാൻ വരുന്നുണ്ടേ, അമ്മമ്മയോട് തീയലുണ്ടാക്കാൻ പറയണേ, എനിക്ക് പഠിക്കണം. അപ്പോൾ ഈ പുസ്തകത്തിൽ വച്ചിരിക്കുന്ന മറ്റൊരു പ്രപ്പോസലാണ് എല്ലാ കുഞ്ഞുങ്ങളും സ്വന്തം അമ്മമാരുടെ പാചകത്തിൻ്റെ റെസിപ്പി പഠിക്കുക എന്നുള്ളത്. അത് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇക്കാര്യത്തിൽ അല്പം പിന്നാക്കമായ ഞാൻ അതിന് അധികം മുതിർന്നിട്ടില്ലെങ്കിലും എൻ്റെ മോള് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഇപ്പം അമ്മൂമ്മ ഉണ്ടാക്കുന്ന ചക്ക വരട്ടിയത്, അമ്മൂമ്മ ഉണ്ടാക്കുന്ന തീയൽ അവൾക്കറിയാം. ഇത് പോയ പോക്കാണ്, അതുകൊണ്ട് ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കണമെന്ന്. അപ്പോൾ എല്ലാ മക്കളും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഈ പുസ്തകത്തിൽ പറയുന്നുമുണ്ട്. നമ്മുടെ
വീട്ടിൽ ഉള്ള രുചി, ആ രുചി നഷ്ടപ്പെടാതെ വരുന്ന തലമുറയിലേക്ക് അത് പകർന്നു വയ്ക്കുക. അങ്ങനെ പകർന്നു വയ്ക്കാനായിട്ട് എല്ലാ കുടുംബങ്ങൾക്കും സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രുചി അവിടെ തന്നെ നിലനിൽക്കും. ആ രുചിക്കൂട്ടൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും. അപ്പം നമ്മുടെ നാട്ടറിവുകൾ, നമ്മളെന്താണ്, നമ്മളുടെ വീട്ടിൽ കുട്ടിക്ക് ഒരു വയറുവേദന വന്നാൽ, അല്ലെങ്കിൽ വീട്ടിൽ പ്രായമായവർക്കൊരു തലവേദന വന്നാൽ എന്ത് നാടൻ മരുന്നാണ് പ്രയോഗിക്കുന്നത്? അത് നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ഇല്ലാതാവുമ്പോൾ ഇല്ലാതാകേണ്ടതല്ല ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ. അതെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാകാനായിട്ട് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കും. ഈ കൊല്ലത്തിൻ്റെയും കൊട്ടാരക്കരയുടെയും പുനലൂരിൻ്റെയും അമ്പലപ്പുഴയുടെയും ഒക്കെ പ്രാദേശിക ചരിത്രങ്ങൾ, അമ്മ ജീവിച്ച ഓരോ പ്രദേശത്തിൻ്റെയും പ്രാദേശിക ചരിത്രം, അതുപോലെ അമ്മ ബന്ധപ്പെട്ട ഓരോ കുടുംബത്തിൻ്റെയും കുടുംബ ചരിത്രം നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ കിട്ടും. അത് വലിയൊരു അനുഭവമാണ്. അപ്പോൾ ഓരോരുത്തരും നമ്മൾ ഈ പല ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലായി എത്രയോ വീടുകളിൽ, എത്രയോ കുടുംബങ്ങളിൽ, എത്രയോ ഹോസ്റ്റലുകളിൽ ഒക്കെ പോയിട്ട് ഒരു ദിവസമെങ്കിലും തങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ആരെങ്കിലും ഇതെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ടോ? അവരോടൊക്കെയുള്ള നന്ദി, ആ മനുഷ്യരുടെ പ്രത്യേകതകൾ, ആ മനുഷ്യർ ഈ നാട്ടിന് നൽകിയിട്ട് പോയ സംഭാവനകൾ എന്തൊക്കെ, ഇതെല്ലാം ഈ ഒരൊറ്റ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പം അതാണ് പ്രാദേശിക ചരിത്രം. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പറയും അതൊക്കെ രാജസ്ഥാനിലും പഞ്ചാബിലുമൊക്കെ ഉള്ളൂ സ്വാതന്ത്ര്യ സമര ചരിത്രം. നമ്മളിങ്ങ് ഓടിപ്പോന്ന് ഈ കന്യാകുമാരിയുടെ അടുത്ത് പോയി താമസിച്ചവരായതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രം ഇല്ല. ഡച്ചുകാർ ഇന്ത്യയെ ആക്രമിച്ച് ഇന്ത്യ മുഴുവനും കീഴടക്കാതിരിക്കുന്നതിന് ഒരേ ഒരു കാരണം തിരുവിതാംകൂറിൻ്റെ ചരിത്രം അറിയുന്നവർക്കേ അറിയാവൂ. അതുപോലെ ഓരോ പ്രദേശത്തും അതിൻ്റേതായ ചരിത്രം ഉണ്ടെങ്കിൽ ആ ചരിത്രം രേഖപ്പെടുത്തേണ്ടത് രാജ്യത്തിലെ ഓരോ പൗരൻ്റെയും കടമയാണ്. അത് വലിയ പഠിപ്പും അറിവും ഉള്ളവരുടെ മാത്രം കടമയൊന്നുമല്ല. അപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും പ്രാദേശിക ചരിത്രം രചിക്കപ്പെടുക എന്ന മഹത്തായ ഒരു ദൗത്യമായിരിക്കും ശ്രീ സോഹൻ റോയ് ഇപ്പോൾ പ്രഖ്യാപിച്ചതുപോലെ ഓരോരുത്തരും അവനവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവചരിത്രം എഴുതുക എന്ന് പറയുന്ന ഒരു സംരംഭം ഇവിടെ യാഥാർത്ഥ്യം ആയാൽ, തമിഴ്നാട്ടിൽ അവർ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രാദേശിക ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ കേരളത്തിൽ അത് സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കുവാനായി ഉള്ള ഒരു വലിയ സംരംഭമായി ഇത് മാറട്ടെ. അതുപോലെ നമുക്കൊന്നും ഈ ഫാമിലി ട്രീ നമ്മളാരും ഉണ്ടാക്കിയിട്ടില്ലല്ലേ. നമ്മുടെ വീട്ടിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും ഇതിനൊരു ശ്രമം നടത്തിയാൽ തന്നെ അവർ ഏതെങ്കിലും ഒരു സാധനം ഗൂഗിളിൽ അയച്ചു തരും. അത് ഫില്ലപ്പ് ചെയ്യാൻ നോക്കിയാൽ അതിനൊരു മണിക്കൂർ എടുക്കും. ഞാനും ചെയ്തിട്ടില്ല. ഈ കുടുംബത്തിലുള്ള ഒരാൾ ചെയ്യാൻ നോക്കിയതാണ്, ഞാനും അയച്ചു കൊടുത്തിട്ടില്ല. കാരണം അത് അത്ര ഫില്ലപ്പ് ചെയ്യാൻ എളുപ്പമുള്ള ഫോമൊന്നും അല്ല ഇവർ അയച്ചു തരുന്നത്. അപ്പോൾ എനിക്കുള്ള ഒരു അഭ്യർത്ഥന ശ്രീ സോഹൻ റോയിയോട്, ഏറ്റവും എളുപ്പത്തിൽ ഫില്ലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഗൂഗിൾ ഫോം ആക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് ഫാമിലി ട്രീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത്രയധികം വിദ്യാഭ്യാസവും സംസ്കാരവുമുള്ളൊരു പ്രദേശമായിട്ടും നമുക്ക് നമ്മുടെ കുടുംബ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായിരുന്നു ഇന്നലകൾ എന്നൊന്ന് രേഖപ്പെടുത്തി വെക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് ചരിത്രബോധം ഉണ്ടാകുന്നത്. അതിലൂടെയാണ് നമ്മുടെ സംസ്കാരം നമുക്ക് രേഖപ്പെടുത്തി വെക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ തുടക്കമാവട്ടെ ഈ പുസ്തകം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആശംസിക്കുവാനുള്ളത്. ഇത്രയധികം പഠിപ്പും പ്രത്യുൽപ്പന്നമതിത്വവും പ്രായോഗിക ബുദ്ധിയുമുള്ള ഒരു അമ്മ. അപ്പം ആ
അമ്മ ഒരു അവസരത്തിൽ സ്വന്തം മകനായ പ്യാരേലാലിന് മറൈൻ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ കിട്ടിയതിന് ശേഷവും ഏതോ ഒരു ചെറിയ സാങ്കേതിക പിഴവിൻ്റെ പേരിൽ അഡ്മിഷൻ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായപ്പോൾ അച്ഛനും മകനും കൂടെ കരഞ്ഞുകൊണ്ട് വന്ന് വീട്ടിലിരുന്നപ്പോൾ അമ്മയാണ് എന്ത് ചെയ്യണം 48 മണിക്കൂറിനുള്ളിൽ ആ പിഴവ് തിരുത്തി ആ മകൻ അഡ്മിഷൻ നേടിക്കൊടുത്തതുകൊണ്ട് മാത്രം മഹാനായ ഒരു ശാസ്ത്രജ്ഞനെ ലോകത്തിന് ലഭിച്ചു. സ്വന്തം കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എല്ലാ അമ്മമാരും. നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ മക്കളെ ഏതെങ്കിലും കോഴ്സിന് കൊണ്ട് ചേർക്കണമെങ്കിൽ അതിനൊരുപാട് റിസർച്ച് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഇത്തരം സന്ദർഭം വരുമ്പോൾ അവിടെ പ്രായോഗിക ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമം നടത്തുന്ന ഒരു അമ്മയുടെ മക്കളായതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ നിലയിൽ ഇന്ന് എത്തിച്ചേർന്നതെന്ന് കസ്തൂരി അമ്മയുടെ മക്കളോട് ഞാൻ പറയും. അത് നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ് കേട്ടോ, അത്തരം അമ്മമാരുണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിൽ കൂടുതൽ എന്ത് ഫെമിനിസമാണ് വേണ്ടത്? ഇതല്ലേ ഫെമിനിസം, ഇതാണ് ഫെമിനിസം. അതല്ലാതെ സ്ത്രീയും പുരുഷനും 2 തട്ടുകളിൽ മാറി നിന്നിട്ട് ഒരു ചിറകരിഞ്ഞി പക്ഷി തൻ മറുചിറകിനൂക്കം കൂട്ടുവാൻ വെറുതെ ശ്രമിക്കുന്ന വേലയിൽ മറവിയിലാഴ്ന്നു പറക്കൽ. അതല്ല ഉണ്ടാകേണ്ടത്. പകരം കാലമായാലി പുഴുവിൻ്റെ വേഷം, കാലമായാലി പുഴുവിൻ്റെ വേഷം മാറ്റി ശക്തി ചിറകെഴും ശലഭമായി പാടി പാറി സ്വന്തം ജീവചക്രത്തിൽ ഉദയചന്ദ്രികാ ദർശനം തേടിടും. അങ്ങനെ സ്വന്തം ജീവിതത്തിലെ ഉദയചന്ദ്രികാ ദർശനം സാധ്യമായ കസ്തൂരി ശലഭം, ആ അമ്മയെക്കുറിച്ച് ഈ മനോഹരമായ ലിബി പബ്ലിക്കേഷൻസിൻ്റെ അതിമനോഹരമായ പുസ്തകമാണ്. കയ്യിലെടുത്തു കഴിഞ്ഞാൽ താഴെ വയ്ക്കാൻ തോന്നില്ല. ഈ പുസ്തകത്തിനൊരു ഭംഗിയൊക്കെ വേണം, അത് ആവശ്യമാണ്. അപ്പോൾ ലിബി പബ്ലിക്കേഷൻസ് അവരെയും അഭിനന്ദിക്കുന്നു. ഈ പുസ്തകത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. സഹൃദയരായ എല്ലാ വായനക്കാരും ഈ പുസ്തകം നെഞ്ചേറ്റട്ടെ. കൂടാതെ ഇതിലൂടെ ഉരുത്തിരിയുന്ന ആശയം നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് കഥാകൃത്തും നോവലിസ്റ്റും സാഹിതി സാംസ്കാരിക കേന്ദ്രം ചെയർമാനുമായിട്ടുള്ള കെ ഉണ്ണികൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ഒരല്പം നർമ്മത്തിൽ തുടങ്ങിയെന്നുള്ളൂ. ഒരുപക്ഷെ സോഹൻ സാറ് പറഞ്ഞ പോലെ അതീവ വേദന നിറഞ്ഞ ഒരു അനുഭവ കഥയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകണ്ട. കാരണം അങ്ങനെ വേദനിക്കേണ്ട ഒരു സംഭവങ്ങളൊന്നും തന്നെ നിലവിലില്ലാന്ന് സാറ് പറഞ്ഞു വെച്ചത് ശരിയാണെന്ന് ഞാനും സമർത്ഥിക്കുകയാണ്. ചരിത്രത്തിൽ അല്ലെങ്കിൽ വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിൻ്റെ സാക്ഷികളാണ് നാം എല്ലാവരും ഇപ്പോൾ. ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായിരിക്കും ഒരു മകൻ അല്ലെങ്കിൽ മകൾ സ്വന്തം അച്ഛനോ അമ്മയോ എഴുതിയിട്ടുള്ള ആ ദിനസരിക്കുറിപ്പുകൾ എന്ന് പറയാം. ദിനസരിക്കുറിപ്പുകൾ അവരുടെ ജീവിതവുമായിട്ട് ദൈനംദിനം ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും ഒക്കെ തന്നെ കോർത്തിണക്കിക്കൊണ്ട് ദിനസരിക്കുറിപ്പുകളെ ചേർത്ത് അതൊരു ആത്മകഥാ അംശമുള്ള കഥയായി അവതരിപ്പിക്കുന്ന മക്കൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമായിരിക്കുമെന്നുള്ളതായിരിക്കും മറുപടി. എന്ന് തന്നെയല്ല, ഇല്ല എന്ന് പറയേണ്ടി വരും. അത്രമാത്രം മാതാപിതാക്കളെ അറിഞ്ഞ് സ്നേഹിക്കുന്ന ആദരിക്കുന്ന എത്ര മക്കളുണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ എന്ന് ചോദിച്ചാലും നമ്മുടെ മറുപടി വിരളമെന്നോ ഇല്ല എന്നോ തന്നെയായിരിക്കും. അപ്പം അത്തരമുള്ള ഒരു കെട്ട കാലത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ സമൂഹത്തിൽ ഡോക്ടർ സോഹൻ റോയിയെ പോലുള്ള മികച്ചൊരു എഴുത്തുകാരൻ, ലോകം അറിയപ്പെടുന്ന ഒരു വ്യവസായി, അതിലെല്ലാം ഉപരിയായിട്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, സംവിധായകൻ, ലോകോത്തര നിലവാരത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരാൾ,
തൻ്റെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് ഒരു സമയം മാറ്റി വെച്ചിട്ട് താൻ ഏറെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന, കടപ്പെട്ടിരിക്കുന്ന സ്വന്തം അമ്മ എഴുതി വെച്ച ആ കുറിപ്പുകൾ ഏകീകരിച്ച് ക്രോഡീകരിച്ച് എഡിറ്റ് ചെയ്ത് നമുക്കേവർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഗംഭീരമായിട്ട് വായിച്ചു പോകാവുന്നൊരു പുസ്തകമാക്കി ഈ ശലഭത്തെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അതിന് ഞാൻ നേരുകയാണ്. ഒരുപക്ഷെ ഇവിടെ നമ്മളെല്ലാവരും ഇപ്പോൾ ചേർത്തിരിക്കുന്ന ഒരു പ്രധാന ഘടകവും നമ്മളെല്ലാവരും തന്നെ നമ്മുടെ മാതാപിതാക്കളെ അത്രയും സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് എൻ്റെ നെഞ്ചിൽ കൈവച്ചത് പറയാൻ കഴിയും. പ്രത്യേകിച്ച് അമ്മയെ, അച്ഛനെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, അമ്മയോടുള്ള സ്നേഹം കുറച്ചും കൂടി ഗാഢമാണ്. അതിനകത്തൊരു നിർവചനം കൊടുക്കുക ഒരു മകൻ എന്ന നിലയിൽ, ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ അത്ര എളുപ്പമല്ല. അത് തിരിച്ച് സ്നേഹിച്ച് കാണിച്ച് മാത്രമേ ആ നിർവചനത്തെ പൂർത്തീകരിക്കാൻ മനുഷ്യന് കഴിയുകയുള്ളൂ. ഞാൻ ജനിച്ചതും വളർന്നതും ഒരു കുഗ്രാമത്തിലാണ്, വൈക്കം എന്ന് പറയുന്ന ദേശത്താണ്. പക്ഷെ ഞാൻ തൃശ്ശൂരിൽ സ്ഥിരതാമസമായിട്ട് 10-30 വർഷമായിട്ടുള്ള ഒരാളാണ്. എൻ്റെ അമ്മ മലയാളം അധ്യാപികയായിരുന്നു. നാട്ടുകാരെല്ലാം അമ്മയെന്ന് വിളിക്കുന്ന ഒരു അമ്മയും കൂടിയാണ്. ഞങ്ങൾ മക്കളെല്ലാം പുറത്തുനിന്ന് വെച്ചാൽ ദൂരെയായിട്ട് ജീവിതമൊക്കെ സെറ്റിൽ ചെയ്ത് കൊണ്ടുവരുമ്പോഴും അച്ഛൻ മരിച്ച ശേഷം തറവാട്ടിൽ നിന്ന് പോരാൻ അമ്മ വിസമ്മതിക്കുകയും ഒറ്റയ്ക്ക് തന്നെ 80-85 വയസ്സ് വരെ അവിടെ തുടരാൻ സന്നദ്ധയാവുകയും ചെയ്തായിരുന്നു. ഞങ്ങൾക്കൊക്കെ അതീവ വിഷമം ഉണ്ടായി. എനിക്കൊരു പെങ്ങളും മാത്രമേ ഉള്ളൂ എറണാകുളത്ത് വക്കീലായിട്ട്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഞാൻ തൃശ്ശൂരുമാണ്, അത്ര എളുപ്പമല്ലല്ലോ ദൈനംദിനം ഓടിച്ചെല്ലുക. എങ്കിലും അമ്മയെ കാണണമെന്നുള്ള ലക്ഷ്യത്തിൽ ഞാൻ 2 സ്ഥാപനങ്ങൾ തുടങ്ങി ആ നാട്ടിൽ പോയി. ഞാൻ ബേസിക്കലി പെട്രോൾ പമ്പും ഗ്യാസ് ഏജൻസിയൊക്കെയാണ് എൻ്റെ വ്യവസായം. ഞാനത് പറയാൻ മടിക്കുന്നത് എഴുത്തും അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നുള്ളതാണ്. പക്ഷെ എൻ്റെ ഗുരുവായ എൻ്റെ ഗുരുവായ വൈശാഖ മാഷ് പറഞ്ഞു വയ്ക്കുന്ന ഒരു മറുപടി ഉണ്ട് അതിന്. 2 ഇന്ധനമാണെന്നാണ്. ഞാൻ വിൽക്കുന്നതും ഇന്ധനമാണ്, ഞാൻ എഴുതുന്നതും ഇന്ധനമാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ നമുക്ക് വേണമെങ്കിൽ സമാശ്വസിക്കാൻ അങ്ങനെ കണ്ടെത്താം. അവിടെ ഒരു പെട്രോൾ പമ്പ് തുടങ്ങി ആ കുമരകം ലേക്കിൽ ഒരു ബോട്ടും മേടിച്ചിട്ടപ്പോൾ എനിക്ക് സമാധാനമായി. എല്ലാ ആഴ്ചയിലും 2 ദിവസം വെച്ച് പോകാൻ കഴിയുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ട് അമ്മ ഉണ്ടാക്കുന്ന, സുധീഷ് മാഷ് വ്യക്തമായി പറഞ്ഞു, അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാം എന്നുള്ളതാണ്. ആ ഭക്ഷണത്തിൻ്റെ രുചി ഭാര്യ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ധൈര്യപൂർവ്വം പറയാം, വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്തായാലും അത് അവിടുന്ന് കിട്ടുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ, എറണാകുളത്ത് നിന്ന് വടക്കോട്ടേക്ക് ഒരു രുചിയും തെക്കോട്ടേക്ക് മറ്റൊരു രുചിയുമാണ്. അപ്പോൾ ആ രുചി നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട വടക്കോട്ടേക്ക് എന്തായാലും. ഒടുവിൽ അമ്മ ഓർമ്മ ഇല്ലാതായി, നടക്കാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ അമ്മയെ അതുവരെ ഈ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് നടന്ന നാട്ടുകാരോ ശിഷ്യരോ ഒക്കെ തന്നെയാണ് എപ്പോഴും കൂടെ ഉള്ളത്. അപ്പോൾ ഞാൻ നിർബന്ധപൂർവ്വം എനിക്ക് അമ്മയെ കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു തൃശ്ശൂർ. പക്ഷെ ഞാൻ ഒരു ജോലിക്കാരെയും ഒരു ചുമതല ഏൽപ്പിച്ചില്ല. എത്ര തിരക്ക് പിടിച്ച ദിവസവും ഞാൻ മാറാതെ രാവിലെ അമ്മയെ കുളിപ്പിക്കണമെന്നുള്ള ചുമതല ഞാൻ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു. അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വലിയൊരു കവിത എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടുകാരിയാണ്, സാവിത്രി രാജീവൻ, അവാർഡ് കിട്ടിയ കവിതയാണ്. ആ ചുമതല ഞാൻ നേരിട്ട് ഏറ്റെടുക്കാൻ കാരണം എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ അമ്മയെ ഞാൻ നോക്കുന്ന പോലെ ഞാൻ എത്ര രൂപ ശമ്പളത്തിൽ വെച്ചാലും ഒരാൾ നോക്കില്ലെന്ന് എനിക്ക് വളരെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയെ തുടച്ച് വൃത്തിയാക്കി രാവിലത്തെ ആഹാരം കൊടുത്തിട്ട് മാത്രമേ ഞാൻ ഇറങ്ങുള്ളായിരുന്നു. പക്ഷെ എൻ്റെ സന്തോഷം അതിലല്ലായിരുന്നു. വൈകിട്ട് ഞാൻ വരുമ്പോൾ അമ്മയ്ക്ക് ഓർമ്മയൊന്നുമില്ല കാര്യമായിട്ട്. പക്ഷെ ഞാനിങ്ങനെ ഈ ഫേസ്ബുക്കിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ഈ വില്ലന്മാരും വില്ലത്തികളൊക്കെ ഇന്ന് ദിവസം ഓരോ പോസ്റ്റുകളിടും. മരിച്ചു, കല്യാണം, പിറന്നാളെന്ന്. അപ്പം അമ്മ ഇത് കണ്ടോ, നമ്മുടെ ഇന്ന ആളുടെ മകളുടെ കല്യാണം. ഇങ്ങനെ ചിരിക്കും, ഒരർത്ഥവുമില്ലാതെ ആളിങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതെന്താണെന്ന് എനിക്ക് നിർവചിക്കാൻ പറ്റില്ല. ആ സന്തോഷം ഞാൻ അനുഭവിച്ചത് ഇന്ന് ഡോക്ടർ സോഹൻ റോയ് ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റി. അതിനൊരു ബിഗ് സല്യൂട്ട്. ആ സ്നേഹം ലോകത്തിൻ്റെ മുന്നിൽ എത്തിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഞാനൊരു സുപ്രഭാതത്തിൽ സാഹിത്യ അക്കാദമിയുടെ നിർവാഹക സമിതി അംഗമായിരുന്നു. ഞാൻ ആ ഗേറ്റിൽ തന്നെ കുഴഞ്ഞു വീണു. ബിസിനസ്സുകാരനാണെങ്കിലും ലീവ് എടുത്ത് ബിസിനസ് ചെയ്യാൻ പോയ ഒരാളെന്നാണ് ഞാൻ സ്വയം പറയാറുള്ളത്. എന്തായാലും സാഹിത്യ അക്കാദമിയുടെ ഗേറ്റിൽ തന്നെ ഹൃദയം അങ്ങോട്ട് പെട്ടെന്ന് നിന്നുപോയി, വീണു.
അതീവ ഗുരുതരാവസ്ഥയായിരുന്നു. അപ്പം ജീവൻ തിരിച്ചു കിട്ടുകയില്ല എന്നുള്ള പൂർണ്ണ ഉറപ്പിലായിരിക്കാൻ കൊണ്ടുപോയ ആംബുലൻസ് ജോസ് പെരിയപുരത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചു, ലിസി ആശുപത്രിയിൽ. അദ്ദേഹം നോക്കിയപ്പോൾ പറഞ്ഞ് ഈ സംഭവം നിന്നിരിക്കുകയെന്ന് പറഞ്ഞു, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അത്യപൂർവ ഈ പണ്ടാരണ്ട് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നു, ശിക്ഷിച്ചില്ല, എന്തായാലും ജീവിപ്പിച്ചു. പക്ഷെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഈ അത്ര ബോധാവസ്ഥയിലല്ലാത്ത അമ്മയ്ക്ക് മാത്രം ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ട് ഉള്ളിൽ എൻ്റെ മകൻ എന്തോ സംഭവിച്ചു എന്ന്. ഞാൻ കിടക്കുന്ന മുറിയിൽ 2 മാസം എനിക്ക് ആ മുറിയിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. ഇൻഫെക്ഷൻ സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ ഓപ്പൺ ഹാർട്ട് സർജറിയാണ് കഴിഞ്ഞിരിക്കുന്നത്. ഒരാൾക്ക് അകത്തേക്കും കയറാൻ പറ്റിയല്ല, ബൈസ്റ്റാൻഡറായി നിൽക്കുന്ന ഭാര്യ ഒഴികെ. പക്ഷെ അമ്മ എന്നും വന്ന് ഭിത്തിയിൽ പിടിച്ചിട്ട് വന്നിട്ട് ഈ മുറിയിൽ വന്നിട്ട് എത്തും. അപ്പം ഞാൻ അമ്മ കയറരുത്, അവിടെ നിന്നോളൂ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വെറുതെ കിടക്കുകയാണ് എന്ന് ഞാനിങ്ങനെ വിളിച്ചു പറയാം. പക്ഷെ അമ്മയുടെ മനസ്സിൽ ആ മകനുണ്ടായ എന്തോ ഒരു ദുരന്തം കത്തി നിന്നിട്ടുണ്ടായിരുന്നു. 2 മാസം തികയുന്ന മുമ്പ് അമ്മ എന്നെ വേർപെട്ടു പോയി. ഇന്നും എൻ്റെ മനസ്സിൽ എപ്പോഴും പറയാറുണ്ട്, ഞാൻ അമ്മയ്ക്ക് ചെയ്തത്, അമ്മയെ സ്നേഹിച്ചത് പോരാന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് എന്നും ഒരാൾ വിളിച്ചു പറയും. എന്താ പോരാത്തത് എന്ന് എന്നോട് ചോദിക്കരുത്, അതെനിക്കറിയില്ല. മകൻ എന്ന നിലയിൽ ഒരു പക്ഷേ ഞാൻ ചെയ്യാനുള്ള കർത്തവ്യങ്ങളും കടമകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഇന്നും എൻ്റെ മനസ്സാക്ഷി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാ ദിവസവും ചോദിക്കും. ഒരു കാര്യം ചെയ്യുമ്പോൾ, കണ്ണാടി നോക്കുമ്പോൾ, മുടി ചുക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, എത്ര സ്ഥലങ്ങളിലാണ് ഒരു ദിവസം ഞാൻ അമ്മയെ ഓർക്കുന്നത്? എത്രയോ ഇടങ്ങളിൽ നമ്മൾ അമ്മയെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ എൻ്റെ മനസ്സിൽ ഈ ചോദ്യം തികട്ടി വരും, ഇനിയും ഞാൻ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന്. അതിനെ അതിഭംഗിയായിട്ട് MDRൻ്റെ സുഹൃത്ത് ഭരതൻ ഒരു പാട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ പാട്ടിൻ്റെ 2 വരി മാത്രം ഞാൻ പാടാം. അമ്മയായി വന്നെനിക്കു നൽകി സ്നേഹമാമൊരു പ്രണവമന്ത്രം. അത്രയേ ഉള്ളൂ. അതിന് മുമ്പും പിൻപും ഉണ്ട്, അതെനിക്കും അറിയത്തില്ല. പക്ഷെ ഈ വരികൾ അന്നൊന്നും എൻ്റെ ഹൃദയത്തിൽ മുദ്ര പോലെ പതിപ്പിച്ചിരിക്കുകയാണ്. എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതും ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിലും, ഞാൻ സാഹിത്യത്തെ എഴുതുന്നുണ്ടെങ്കിലും, എൻ്റെ ഊർജം എൻ്റെ മാതാപിതാക്കളാണ്, എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് സോഹൻ സാറിന് പറഞ്ഞ ആ സന്ദേശമില്ലേ, ആ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്, നിങ്ങളും തയ്യാറാണ്. അതിൻ്റെ ഭാഗമായി ഈ പുസ്തകം ഇത് ഞാൻ ഒറ്റ ഇരിപ്പിൽ വായിച്ചാണ്. സന്ധ്യമാടയുടെ പറഞ്ഞു, MDRും പറഞ്ഞു. ഇത് വായിക്കാൻ വേണ്ടി മാത്രം അച്ചുവേട്ടൻ എൻ്റെ കയ്യിൽ പുസ്തകം തന്ന ശേഷം ഞാൻ മിക്കവാറും ദിവസം എറണാകുളത്ത് കാറിൽ വന്ന ഒരാളാണ്. കാറിൽ പോകാതെ ട്രെയിനിൽ കയറി വന്നു 1.5 മണിക്കൂർ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതാ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്, ഒന്നും പറയുന്നില്ല. നിങ്ങൾ വായിച്ച് തന്നെ മനസ്സിലാക്കിയാൽ മതി. അത് ഇത് കണ്ടോ, മടക്കി വെച്ച് തിരിച്ചും 1.5 മണിക്കൂർ ഞാൻ പോകുമ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ നോട്ട് തന്നെ ഇതിൽ എഴുതി വെച്ചു, എന്തൊക്കെ പറയും. അങ്ങനെ പറയാൻ പോയാൽ ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയേണ്ടി വരും. അത് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഒരാൾ തൻ്റെ ഡയറി കുറിപ്പുകൾ എഴുതുമ്പോൾ തൻ്റെ ജീവിതത്തിലൂടെ, ദൈനംദിന സംഭവങ്ങളിലൂടെ ഒരു നാടിനെക്കുറിച്ച്, ഒരു നാട്ടിലെ നാട്ടുകാരെക്കുറിച്ച്, സംഭവങ്ങളെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച്, ഭൂമിശാസ്ത്രത്തെക്കുറിച്ച്, സാമൂഹ്യ ചുറ്റുപാടുകളെക്കുറിച്ച് എഴുതുമ്പോഴാണ് അതിന് യഥാർത്ഥ ആത്മകഥാംശം കടന്നു വരുന്നെന്നുള്ളതാണ്. സ്വയം ചുരുങ്ങാതെ ആ ആത്മകഥാംശം സാമൂഹ്യ പശ്ചാത്തലത്തിൽ വിവരിച്ചു എന്നുള്ളതാണ് ഒരുപക്ഷെ കാലം ഈ പുസ്തകത്തിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ വാദിക്കും. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഈ പുസ്തകത്തെ ചർച്ചയാക്കുന്നതിൽ ഞാൻ മുൻകൈയെടുക്കും. മാത്രവുമല്ല, ഇതിന് ഇങ്ങനൊരു പുസ്തകം ഇറക്കാനും അമ്മയ്ക്ക് ഒരുപക്ഷെ മുകളിൽ നിന്ന് കാണുന്നുണ്ടാവുമല്ലോ, ഉചിതമായ രീതിയിൽ ഇതൊരു സ്മാരകമല്ല ഇന്നിവിടെ നടക്കുന്നത്, ഒരു സ്മരണികയോ ഒന്നുമല്ല. പക്ഷെ നമ്മളെല്ലാവരും ഓർത്തിരുന്ന് അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ, ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നു എന്നുള്ള ഈ അവസരം ഉണ്ടാക്കിയത് വലിയ കാര്യമാണ്. ഈ കെട്ടകാലത്ത് ഇനിയും ഇത്തരം മക്കളുണ്ടാകുമ്പോഴാണ് നമ്മുടെ സമൂഹം പൂർണ്ണമാകുന്നത്, നമ്മൾ മനുഷ്യജീവികളായി മാറുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെറും വേട്ടക്കാർ മാത്രമാകാത്തൊരു കാലത്തിലേക്കുള്ള യാത്രയിൽ
ഡോക്ടർ സോഹൻ റോയിക്കും കുടുംബത്തിനോടൊപ്പം നമുക്കും പങ്കുചേരാം. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തതായിട്ട് റാണി മോഹൻദാസ് മാമിന്. ഗുരുഭ്യോ നമ. Hats off to you, my dear brother. ഞങ്ങളെല്ലാം വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ആക്കിയിരിക്കുകയാണ്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പലതിലും ഇടപെട്ട് നിൽക്കുമ്പോൾ എല്ലാം മറക്കാൻ ഒക്കെ ശ്രമിക്കും. പക്ഷേ അദ്ദേഹം പറഞ്ഞ മാതിരി ഒരു 10 വർഷക്കാലത്തോളമുള്ള എൻ്റെ ജീവിതം ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ മദറിൻലോ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്കും ഒഴിഞ്ഞു വെച്ച പോലെയായിരുന്നു. രാവും പകലും അവരെ നോക്കി. പക്ഷേ ഇപ്പോഴും ഓരോ സെക്കൻഡും ഞാൻ എന്ത് ചെയ്യുമ്പോഴും, എന്ത് വിചാരിക്കുമ്പോഴും, എന്ത് കൃത്യനിർവഹണത്തിലാണെങ്കിലും കുളിക്കുമ്പോഴും ജപിക്കുമ്പോഴും എല്ലാം ഞാൻ ആലോചിക്കുന്നത്, അവരൊക്കെ ഞാൻ എന്നാലാവുന്നത് എൻ്റെ മാക്സിമം ചെയ്തോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ. ദാറ്റ്സ് ദ അബ്സല്യൂട്ട് ട്രൂത്ത്. എനിക്ക് മിനിഞ്ഞാന്നാണ് മാഷ് ബുക്ക് എത്തിച്ചത്. ഞാനൊരു പകുതിയോളം എത്തി. ആ ബുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ബുക്ക് നമ്മളെല്ലാവരും ഓരോരുത്തരും വായിച്ച് തന്നെ മനസ്സിലാക്കണം. ആ ഡിസ്കസ് ചെയ്ത അതിൻ്റെ ആ ഒരു ചാം പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബട്ട് ദ എഫർട്ട് ബിഹൈൻഡ് ഇറ്റ്, ദറ്റ് ഈസ് ദ മോസ്റ്റ് അഡ്മയറബിൾ തിങ്. ഞാനും എൻ്റേതായ രീതിയിൽ എൻ്റെ അച്ഛനെയും അമ്മയും ഞാനൊരു പുഷ്പം അർപ്പിക്കുന്ന പോലെ അവരുടെ ഓർമ്മ ദിവസങ്ങളിൽ November 28 എൻ്റെ അച്ഛൻ മരിച്ചു. 2001. 1996 February 8 എൻ്റെ അമ്മയും. എൻ്റെ ജീവിതത്തിലെ ഒരു മകൾക്ക് നൽകാവുന്ന എല്ലാ സ്നേഹവും, ധനമോ സ്വർണമോ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്നേഹം നൽകി ഭക്ഷണത്തിന് പകരം സ്നേഹം ഊട്ടി വളർത്തിയ അമ്മയും അച്ഛനെയും കൂടുതൽ ഓർക്കാൻ ഇന്ന് ഇദ്ദേഹമായിട്ട് നമുക്ക് ഒരവസരം വീണ്ടും തരികയാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാനൊരു അർച്ചന പോലെ അവരെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഞാൻ കെട്ടി നിർത്തിയിരിക്കുന്നതെല്ലാം ചെറിയൊരു രൂപത്തിൽ ഞാൻ, പ്രത്യേകിച്ചും കേരളകൗമുദി, അത് ഒരു കുടുംബ പത്രം പോലെയാണ് ഞങ്ങൾക്ക്, അതിലെഴുതാറുണ്ട്. ഇവർ കഷ്ടകാലത്തിന് നമ്പറും വയ്ക്കും. എനിക്ക് കിട്ടുന്ന കോൾസും, അതും പ്രത്യേകിച്ച് മുതിർന്ന സ്ത്രീകളും മക്കളുടെ പ്രായമുള്ളവരുമാണ് അധികവും എന്നെ വിളിക്കുന്നത്. കുറേ ദിവസത്തേക്ക് ഞാൻ കംപ്ലീറ്റ്ലി അതിൽ എൻഗേജ്ഡ് ആയിരിക്കും. അവരുടെ ആ റിയാക്ഷൻസ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഞാനൊരു ഭാഗ്യം ചെയ്ത മകൾ തന്നെയാണ്, ഒരു സംശയവുമില്ല. മോർ ദാൻ ബീയിങ് എനിബഡി എൽസ്. പ്രോബബ്ലി ഐ എം ഡൂയിങ് സോ മെനി തിങ്സ്, ബട്ട് സ്റ്റിൽ ആസ് എ ഡോട്ടർ, ഒരു മകൾക്ക് കിട്ടാവുന്ന ലോകത്തെ ഏറ്റവും വലിയ ഒരു ഇത് തന്ന് ഈ അമ്മ അതെന്നെ കൂടുതൽ ഓർമ്മിപ്പിക്കുന്നു. ഈ അമ്മയ്ക്ക് ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും നിറഞ്ഞ സ്നേഹവും എൻ്റെ സ്നേഹ പുഷ്പങ്ങളും അർപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള അമ്മമാർ, ഓരോ അമ്മമാർ, എല്ലാ അമ്മമാരും സ്നേഹമുള്ളവരാണ്. അവർ മക്കളെ സ്നേഹം കൊടുത്ത് തന്നെയാണ് വളർത്തുന്നത്. പക്ഷേ ഇറ്റ് ഓൾ ഡിപ്പെൻസ്, ഓരോരോ സാഹചര്യങ്ങൾ. പക്ഷേ ഈ അമ്മ ഏതാണ്ട് എൻ്റെ ഒരു മെഗാ പതിപ്പാണ്. ഞാനൊരു കുഞ്ഞു പതിപ്പാണ് എൻ്റെ. അതൊക്കെ നമ്മളെ കൂടുതൽ റിയലൈസ് ചെയ്യാനായിട്ട് മിസ്റ്റർ സോഹൻ റോയ്, യു ഹാവ് ഗിവൺ അസ് ഓൾ എ ചാൻസ്. അതിന് ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ടു യു. ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ പറയട്ടെ, ഇപ്പോൾ ഇവിടെ നമ്മൾ തട്ടിയ ശബ്ദം കേൾക്കും, തട്ടാതിരുന്നാലോ ശബ്ദമില്ല. അത് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. ഹീ ഈസ് ദ സൗണ്ടിങ് ബോക്സ് വിച്ച് വി ഷുഡ് ഓൾ ഫോളോ. എല്ലാവർക്കും ഞാൻ പറയട്ടെ, ഒരു കുഞ്ഞ് അമ്മയെക്കുറിച്ചുള്ള ഒരു ഓർമ്മ. എൻ്റെ അച്ഛനും അമ്മയും പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ് ആ കാലത്ത്. പക്ഷേ എൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ മുമ്പിൽ വെച്ച് പോലെ, എനിക്ക് തൻ്റെ അടുത്ത് എന്താണെന്നറിയോ ഇത്രയും സ്നേഹം, താൻ അവളെ എനിക്ക് പ്രസവിച്ച് തന്നുകൊണ്ടാണ്. എൻ്റെ അമ്മ 9 ഷോക്ക് കഴിഞ്ഞ് റിവൈവ് ചെയ്തു ആഫ്റ്റർ എ കാർഡിയാക് ഫെയിലിയർ. ദ ഫസ്റ്റ് ടൈം മൈ ഫാദർ വെൻറ്റ് ടു ദ CCU, ഷീ സെഡ്, എനിക്ക് അവളുടെ അടുത്ത് ജീവിച്ച് കൊതി തീർന്നില്ല അപ്പം എന്നാണ് അച്ഛനെ സ്നേഹം കൂടുതൽ വരുമ്പോൾ. അതിനേക്കാൾ ഒരു വലിയ അവാർഡോ അല്ലെങ്കിൽ അംഗീകാരമോ ലോകത്ത് ഒരു വ്യക്തിക്കും ഒരു മകൾക്കും കിട്ടൂല എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. എല്ലാ അമ്മമാരുടെയും
പാതാരവിന്ദങ്ങളിൽ നമസ്കാരം. താങ്ക് യു. താങ്ക് യു മാം. സോഹൻ സാർ ആദ്യം സംസാരിച്ചപ്പം പറയുകയുണ്ടായി കസ്തൂരി ടീച്ചറിൻ്റെ പ്രിയപ്പെട്ട മകൻ സോഹൻ സാറാണെന്നുള്ളൊരു കാര്യം പറയുകയുണ്ടായി. അപ്പം ഒരു പ്രിയപ്പെട്ട മകൾ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്, ജോഷി മാം. അപ്പോൾ ജോഷി മാമിൻ്റെ ഈ നിമിഷമുള്ള ഒരു അനുഭവം, ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാനായി ക്ഷണിക്കുകയാണ്. ശരിക്കും അമ്മ ദിവസവും ഇരുന്ന് ഡയറി ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരുന്നപ്പോൾ ജീവചരിത്രം എന്ന ഐഡിയ റോയി ഞങ്ങളിലേക്ക് തന്ന സമയത്ത് ഞാൻ ഈ ഡയറി എല്ലാം എടുത്തു വെച്ച് വായിച്ചു നോക്കി. അപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെ പാരാവാരം പോലെ കിടക്കുന്നതിൽ ഇതിൽ നിന്ന് എവിടുന്ന് എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, ഇതൊരു നടക്ക് പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മൂത്ത ബ്രദറിനോട് പറഞ്ഞിരുന്നു. ബ്രദറും പറഞ്ഞു ഇത് ശരിയാവുന്ന കോളല്ലെന്ന്. പക്ഷേ അതിനെ ഏറ്റവും, അതായത് ഇപ്പോൾ എൻ്റെ അമ്മയുടെ ജീവചരിത്രം ഞങ്ങൾ 4 പേർക്കും വായിക്കാൻ രസമായിരിക്കും, പക്ഷെ ബാക്കിയുള്ളവർക്ക് വായിക്കുന്ന രസം വരണമെന്നില്ല. അപ്പോൾ അവർക്കും കൂടി ആസ്വാദ്യകരമായ രീതിയിൽ അതിനെ എങ്ങനെ ചെയ്തെടുക്കാം എന്ന് അത് ഫലപ്രാപ്തിയിൽ എത്തിച്ചത് ശരിക്കും സോഹൻ റോയിയും അതിന് വേറൊരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഹരികുമാറിനുമാണ്. അപ്പോൾ ആദ്യം അതിന് അവരുടെ 2 പേരുടെ അടുക്കൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇതിനകത്ത് എൻ്റെ അനുഭവക്കുറിപ്പുകൾ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു മലയോര പ്രദേശമായ പുനലൂർ 2 അധ്യാപകരുടെ മക്കളായാണ് ഞങ്ങൾ ജനിച്ചത്. അപ്പോൾ അച്ഛൻ ഞാൻ 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ, അതായത് റോയി 1ാം ക്ലാസ്സിൽ കയറുമ്പോൾ അച്ഛൻ പെൻഷനായി. കമ്മ്യൂട്ട് ചെയ്ത പെൻഷൻ എന്ന് പറയുമ്പോൾ വളരെ തുച്ഛമായ ഒരു തുകയാണ് അച്ഛന് കിട്ടുന്നത്. പിന്നെ അമ്മയുടെ മാത്രം ശമ്പളത്തിലാണ് കഴിയുന്നത്. ഒരു ഹൈസ്കൂൾ ടീച്ചറിൻ്റെ ശമ്പളത്തിൽ സുഖമായിട്ട് കഴിഞ്ഞൂടെ എന്ന് ചോദിക്കുമായിരിക്കും. പക്ഷേ അതിൻ്റെ പിന്നിൽ 2 കുടുംബങ്ങൾ, അതായത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബം വലിയ കുടുംബങ്ങളാണ്. കച്ചവടത്തിൽ സാമാന്യം നഷ്ടം വന്ന് ക്ഷീണിതരായി നിൽക്കുന്ന 2 കുടുംബങ്ങളെ താങ്ങുന്ന ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ടായിരുന്നു. സാധാരണ കുടുംബങ്ങളിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ ബന്ധങ്ങൾക്ക് ഉടച്ചിൽ ഉണ്ടാവും, പലയിടത്തും കുറച്ച് സ്വാർത്ഥത കാണിക്കും, അങ്ങനെയൊക്കെ വരാം. പക്ഷെ എന്നെ അതിശയിപ്പിക്കുന്നത് അമ്മ 2 കുടുംബങ്ങളെയും ഒരുപോലെ നോക്കി. അതായത് ഞങ്ങളുടെ കുടുംബത്തെ താങ്ങുന്നതിനോടൊപ്പം തന്നെ 2 കുടുംബങ്ങളെയും നോക്കി. അത് അച്ഛനും അമ്മയും ചെയ്ത കാര്യമാണ്. 2 കുടുംബങ്ങളിലും സഹോദരങ്ങൾക്ക് പഠിക്കേണ്ടവരെ ഉണ്ടായിരുന്നു. അവരെ പഠിത്തത്തിൽ സഹായിച്ചു. ചിലർക്ക് ജോലി വാങ്ങാനുള്ള സാമ്പത്തിക സഹായം വേണമായിരുന്നു, അത് കൊടുത്തു. ചിലർക്ക് അവരുടെ വൈവാഹിക ജീവിതത്തിനുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടിയിരുന്നു, അത് കൊടുത്തു. അങ്ങനെ ഇവർ 2 പേരും മൂത്ത ആൾക്കാരായിരുന്നു 2 കുടുംബത്തിലെയും. അതെല്ലാം 2 പേരും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഞങ്ങളെ 4 പേരെയും പഠിപ്പിച്ചു. ആ പുനലൂർ പ്രദേശത്ത് ഇത്രയും എല്ലാവരും ഒരു ശരാശരി പഠനം നടത്തി എന്തെങ്കിലും ഒരു ചെറിയ സർക്കാർ ജോലി കിട്ടിയാൽ ഭാഗ്യം. അങ്ങനെ കഴിയേണ്ടിയിരുന്ന 4 പേരാണ്. ഞങ്ങൾ 4 പേരും ഞങ്ങളുടേതായ പ്രൊഫഷണൽ ഫീൽഡിൽ നല്ല ഉന്നതികളിലെത്താൻ സഹായിച്ചത് അമ്മയുടെ പ്രയത്നം നന്നായി ഉണ്ട് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം അച്ഛൻ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും ഞങ്ങൾ ആരും ഈ നിലയിൽ എത്തത്തില്ലായിരുന്നു. അതുകൊണ്ട് ശരിക്കും ഇങ്ങനെ ഒരു ജീവചരിത്രം അത് പിന്നെ ഏറ്റെടുക്കാൻ മുൻകൈ കാണിച്ച എൻ്റെ ഇളയ സഹോദരന് നന്ദിയും പറയുന്നു. ഒപ്പം അമ്മ ഇതെല്ലാം കണ്ട് സന്തോഷിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ദൂരദർശൻ്റെ മുൻ ഡയറക്ടർ BR ശാരദ മാമിനെ ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, സമയം ദൂരദർശനിൽ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഡെഡ് ലൈനിൻ്റെ പ്രാധാന്യം എനിക്കറിയാം. 5 മണിക്ക് നിയമസഭാ ഹാളിൽ വെച്ച് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുമ്പോൾ കൂടുതൽ സംസാരിക്കുന്നത് എത്ര അനുചിതമാണെന്ന് അറിയാവുന്നതുകൊണ്ട് 2 വാക്ക് മാത്രം. ഞാൻ പോകാൻ തുടങ്ങിയതാണ്. ഈ സുഹൃത്തുക്കളുടെ സ്നേഹപൂർവമായ അപേക്ഷ കൊണ്ട് തിരിച്ചു വന്നുവെന്നേ ഉള്ളൂ. ശ്രീ സോഹൻലാൽ ചെയ്ത ഈ വലിയ കാര്യത്തിന് ആദ്യമേ എൻ്റെ അഭിനന്ദനങ്ങൾ പറയുകയാണ്. അതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുള്ളത് ഇദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തി ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മ അവസാന കാലത്ത്, അച്ഛൻ മരിച്ചതിന് ശേഷം അവസാന കാലത്ത് എൻ്റെ കൂടെയായിരുന്നു. അന്ന് ഞാൻ ഓഫീസിലേക്ക് പോയി കഴിയുമ്പോൾ അമ്മയ്ക്ക് ബോറടിക്കുമായിരുന്നു. അപ്പോൾ അമ്മ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അമ്മ എന്തെങ്കിലും, ഞങ്ങൾ ഓണാട്ടുകരയാണ്, ഞങ്ങളുടെ വീട് മുതുകുളമാണ്. അപ്പോൾ ഓണാട്ടുകര പാചകക്കുറിപ്പ് എന്തെങ്കിലും അമ്മയൊന്ന് എഴുതി വയ്ക്കുമെന്ന് പറഞ്ഞു. അമ്മ ഒരു 2 ദിവസം കൊണ്ട് ആ പാചകക്കുറിപ്പൊക്കെ എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞ് എന്തെങ്കിലും ഓർമ്മ എഴുതി വയ്ക്കാൻ പറഞ്ഞപ്പോൾ
ഞാൻ 2 ഡയറി അമ്മയുടെ കയ്യിൽ കൊടുത്തു. ആ ഡയറിയിൽ മനോഹരമായ കുനുകുന അക്ഷരത്തിൽ അമ്മ അത് എഴുതി വയ്ക്കും. വൈകുന്നേരം വരുമ്പോൾ എനിക്ക് വായിക്കാൻ തരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്ന് വളരെ നന്നായിട്ടുണ്ടല്ലോ അമ്മേ. 83 വയസ്സായി അന്ന് അമ്മയ്ക്ക്. അപ്പോൾ ഇത് എന്നെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിക്കാം. അപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ അതൊന്നും വേണ്ട, നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്, അടുത്ത തലമുറയ്ക്ക് അറിയാനായിട്ട് എഴുതുന്നേ ഉള്ളൂ എന്ന്. വളരെ യാദൃച്ഛികമായി ഒരു ചെറിയ അലർജിയെ തുടർന്ന് അമ്മ ഞങ്ങളോട് വിട പറഞ്ഞു. ആ സമയത്ത് എൻ്റെ കുറേ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ ഞങ്ങളിത് ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന ഇത് കണ്ടു, അമ്മയുടെ എഴുത്തുകൾ. അപ്പോൾ അവർ ഞങ്ങളുടെ അനുവാദത്തോടു കൂടി അമ്മയുടെ ചരമക്കുറിപ്പിൻ്റെ കൂടെ തന്നെ ഒരു 2 കോളം അമ്മയുടെ ഈ എഴുതി വെച്ച കുറച്ച് ഭാഗങ്ങൾ അതിൽ കൊടുക്കുകയുണ്ടായി. അത് വന്നത് മനോരമയിലാണ്. പക്ഷെ മാതൃഭൂമിയുടെ PV ഗംഗാധരൻ സാറ് അന്ന് തന്നെ എന്നെ വിളിച്ചിട്ട് ആ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ കോപ്പി ഇങ്ങ് അയച്ചു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ ഞങ്ങളത് വായിച്ചു എഡിറ്റ് ചെയ്തിട്ട് ഒന്നുമില്ല. പറഞ്ഞു, ഒന്നും വേണ്ട, അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് അയച്ചു കൊടുത്തു. അപ്പോൾ അത് ഒരു കമ്മിറ്റിക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഔദ്യോഗിക ഇതൊന്നും വെച്ച് വേണ്ട, അതിന് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ മാത്രം പ്രസിദ്ധീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ കമ്മിറ്റി പറഞ്ഞത് ഇവർ ആവശ്യപ്പെടുന്ന ദിവസം ഇത് പ്രസിദ്ധീകരിക്കണം. അപ്പം ഞങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്നാണ് നിങ്ങൾക്കിത് പ്രസിദ്ധീകരിക്കേണ്ടത്? അപ്പം ഞങ്ങൾ പറഞ്ഞു, അടുത്ത വർഷം. അമ്മയുടെ പിറന്നാളിൻ്റെ തലേന്നാളാണ് അമ്മ മരിച്ചത്. അടുത്ത പിറന്നാൾ ദിവസം ഇത് പ്രസിദ്ധീകരിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. പിറന്നാൾ ദിവസം തന്നെ, അടുത്ത വർഷം തന്നെ അത് ഞങ്ങൾ ടൈറ്റിലൊക്കെ കൊടുത്തിരുന്നു. ഒപ്പം നടക്കുന്ന പിച്ചകം എന്ന് പറഞ്ഞ മാതൃഭൂമി ബുക്സ് അത് പ്രസിദ്ധീകരിച്ചു. അത് വളരെ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യം തന്ന ഒരു കാര്യമാണ്. അപ്പം ഞങ്ങൾക്ക് ഈ ഇദ്ദേഹം ഇപ്പോൾ മനസ്സിൽ കണ്ട ഒരെണ്ണം നടത്തിയെടുക്കാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷം പങ്കുവയ്ക്കുകയാണ്. പിന്നെ ഈ അമ്മമാരുടെ കാര്യം പറയുമ്പം എൻ്റെ ബന്ധുവും ഞങ്ങളുടെ നാട്ടുകാരനുമാണ് P. പത്മരാജൻ. P. പത്മരാജൻ്റെ എത്രയോ സിനിമകൾ നിങ്ങൾ കണ്ടിരിക്കും, ആസ്വദിച്ചിരിക്കും. അതെല്ലാം അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞ കഥകൾ മാത്രമാണ്, വേറെ ഒന്നുമല്ല. അദ്ദേഹം വളരെ ഒരു ഇൻട്രോവേർട്ടായിരുന്നു. മുതുകുളത്ത് വരുമ്പം മുതുകുളത്ത് വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോലും ഇറങ്ങാറില്ല, അടുത്തുള്ള അമ്പലത്തിൽ പോലും പോകാറില്ല. അദ്ദേഹം എപ്പോഴും ഇരിക്കാറുള്ളത് അമ്മയുടെ അടുത്തായിരുന്നു. ആ അമ്മ പറഞ്ഞ കഥകൾ മാത്രമാണ് ഈ വിഖ്യാതമായ ചലച്ചിത്രങ്ങൾക്കെല്ലാം ആധാരം. അത് ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും എല്ലാം കഥകളുടെ, അറിവുകളുടെ അക്ഷയഖനികളാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ അക്ഷയഖനികളിലൂടെ കടന്നു പോവുക. നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടാത്ത എത്രയോ അമൂല്യമായ സ്വത്തായിരിക്കും അത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്തതായിട്ട് കസ്തൂരി ടീച്ചർ പഠിപ്പിച്ച ഇന്ദു രാധാകൃഷ്ണൻ എവിടെ എത്തിയിട്ടുണ്ട്? മാമിനെ ക്ഷണിക്കുന്നു. അല്ല, ഇന്ദു ഇവിടെ വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് ദയവ് ചെയ്ത് സ്റ്റേജിലേക്ക് വിളിക്കരുതെന്നാണ്. കാരണം അവർക്ക് സംസാരിക്കാനുള്ളൊരു, എനിക്കും അങ്ങനെ തന്നെയാണ്. 1982-83 അല്ലല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഈ 1982-83 ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. സോൺ റോയും 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്ന് ഇദ്ദേഹം കവിത എഴുതാനായിട്ട് കണ്ണൂർ കലോത്സവത്തിൽ വരുന്നു. ഞാൻ നാടകമായിട്ട് അവിടെ പോകുന്നു. അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞു. മനോരമയിൽ ഡാം 999 ഒരു ആർട്ടിക്കിൾ വന്നു. ആർട്ടിക്കിൾ വന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഈ സോൺ റോയി എന്ന് പറയുന്നത് എൻ്റെ ഒരു ടീച്ചറുടെ മകനാണെന്ന് തോന്നുന്നു, ഒന്ന് തിരക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പം കസ്തൂരിബായി ടീച്ചറുടെ മകനാണ് സോൺ റോയ് എന്നറിയുകയും ഇന്ദു എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച ഒരാളാണ് ഈ ടീച്ചർ. അന്ന് ഇന്ദുവിൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഈ മംഗളം, മനോരമ, മാപ്പസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇന്ദു മാതൃഭൂമിയും കലാകൗമുദിയും അങ്ങനെ നല്ല നല്ല ബുക്കുകൾ വായിച്ചത് ടീച്ചർ പറഞ്ഞിട്ടാണെന്നും ടീച്ചർ കൊടുത്ത ധൈര്യം, അവൾ എന്നോട് പറഞ്ഞിട്ടുള്ള അവൾ ആദ്യമായിട്ട് കണ്ട ഫെമിനിസ്റ്റ് ടീച്ചറാണ്. അന്ന് പല്ലനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊതുമ്പ് വെള്ളത്തിൽ അമ്മ തൊഴിഞ്ഞു പോകും അല്ലേ, അങ്ങനെ ഇതൊക്കെ അന്ന് ക്ലാസ്സിൽ പറഞ്ഞായിട്ട് ഇന്ദു പറഞ്ഞിട്ടുണ്ട്. ഇന്ദുവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ടീച്ചറാണ്. ഞാൻ ആ ബുക്ക് വായിച്ചില്ല കേട്ടോ, അതിനെ എനിക്ക് ബുക്ക് തന്നിട്ടല്ലേ, ഞാൻ അത് വായിച്ചു കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വിശദമായിട്ട് സംസാരിക്കാം. എന്തായാലും ടീച്ചർക്ക് എല്ലാ പ്രാർത്ഥനയും. താങ്ക് യു. അടുത്തതായിട്ട് കസ്തൂരി ടീച്ചറിൻ്റെ കൊച്ചുമകൻ ശ്രീ അഖിൽ ചേട്ടൻ.
എൻ്റെ പേര് അഖിൽ. ഞാൻ സംസാരിക്കുന്ന ഒരാളല്ല പൊതുവേദിയിൽ, എന്നാലും ട്രൈ ചെയ്യാം. ഞാൻ ഇവരെ 4 പേരിൽ മൂത്ത ആളുടെ ഇളയ മോനാണ്. ചേട്ടനും വന്നിട്ടുണ്ട്. ഞങ്ങൾ മൊത്തം 8 കൊച്ചുമക്കളുള്ളത്. ഇന്ന് ചേട്ടനും ഞാനേ ഉള്ളൂ. അവരെ ഓൺ ബിഹാഫ് ഓഫ് ദം ഐ വിൽ ട്രൈ ടു ടോക്ക്. സംസാരം സ്പീഡ് കുറച്ച് കൂടുതലാണ്. ഇന്ന് ഞാൻ കണ്ടുകൊള്ളാൻ ശ്രമിക്കും. അമ്മൂമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ, അമ്മൂമ്മയുടെ അവസാന കാലഘട്ടത്തിൽ അമ്മൂമ്മ എൻ്റെ വീട്ടിലായിരുന്നു. ആ ഒരു ടൈമിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 to 7 years അമ്മൂമ്മ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു ആ ടൈമിൽ. ഇപ്പോൾ ആ സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് സംസ്കൃതമൊക്കെ എന്നെ പഠിപ്പിക്കുന്നത് അമ്മൂമ്മയായിരുന്നു. 75 അല്ലെങ്കിൽ ആ പ്രായത്തിലും അയൺ ലേഡി ആയിരുന്നു. ചാടിത്തുള്ളി നിൽക്കും. രാവിലെ തന്നെ ഒരു 5 to 6 kilometers നടക്കാൻ പോവും. അങ്ങനെ എല്ലാ രീതിയിലും സൂപ്പർ സ്ട്രോങ് ആയിരുന്നു ആൾ. അപ്പോൾ ഞാൻ വളരെ ക്ലോസ് ആയിരുന്നു അമ്മൂമ്മയായിട്ട്. എന്നെക്കാൾ ക്ലോസ് ആയിരുന്നു എൻ്റെ ചേട്ടൻ ഇപ്പോൾ ആക്ച്വലി തുടങ്ങിയപ്പോൾ ഓൾറെഡി അമ്മാവൻ പറഞ്ഞായിരുന്നു ഷാർജ വെച്ച് ഇമോഷണലായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ആ വീഡിയോ കണ്ടപ്പോഴും അതുപോലെ സ്പീച്ച് കേട്ടപ്പോൾ ഞങ്ങൾ ഇമോഷണലായി. ചേട്ടൻ അത് എണീച്ച് പോയത്, ആൾക്ക് ഇമോഷണലായിട്ട് ആൾക്ക് കാണാൻ പറ്റില്ല പറഞ്ഞിട്ട് ആൾ എണീച്ച് പുറത്തുണ്ട്. ആൾ പുറത്തേക്ക് പോയി. അപ്പോൾ പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യം അമ്മേന് പറയാനുണ്ട്. ഇന്ന് ആക്ച്വലി എൻ്റെ അമ്മ വരാൻ നിന്നതാണ്, പക്ഷേ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ കുറച്ച് ഉള്ളതുകൊണ്ട് എൻ്റെ അമ്മ വന്നില്ല. ഇപ്പോൾ ഈ ഒരു വേദിയിൽ ഇത്ര നടന്ന സ്ഥിതിക്ക് ഞാൻ ഈ കൊല്ലം എൻ്റെ അമ്മയുടെ 70ാം പിറന്നാളാണ്, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും. അപ്പോൾ ഈ കൊല്ലം അവരുടെ ബർത്ത്ഡേക്ക് അവരുടെ ഒരു ബയോഗ്രഫി ഇതുപോലൊരു പുസ്തകം മക്കൾ ചെയ്യുമെന്ന് ഡിസൈഡ് ചെയ്ത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ചേട്ടനും പുറത്തിറങ്ങിയപ്പോൾ ഞാനത് തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു, ഇപ്പോൾ ഈ ഒക്ടോബറിൽ അച്ഛൻ്റെ ബർത്ത്ഡേ, നവംബറിൽ അമ്മയുടെ ബർത്ത്ഡേ, അവർ പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. അന്ന് അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ തന്നെയാണ് ആ കാലത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ നടത്തി കൊടുത്തതാണ്. അപ്പോൾ അവരുടെ രണ്ടുപേർക്കും ഒരേ പ്രായമാണ്. അവരുടെ സപ്തതിയാണ് ഈ വരുന്ന ഒക്ടോബർ നവംബറിൽ. അപ്പോൾ അന്ന് ഞങ്ങൾ അവരുടെ രണ്ടുപേരുടെയും ഒരു പുസ്തകം മക്കൾ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് നിർത്തുന്നു. അടുത്തതായി ഫിലിം റൈറ്ററും നോവലിസ്റ്റുമായിട്ടുള്ള VN പ്രദീപ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പുസ്തകം വായിച്ചു. തുടക്കം തൊട്ട് തന്നെ വളരെ ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം വായിച്ചു തുടങ്ങുമ്പോൾ സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു. അരുൺ പുസ്തകം എനിക്ക് എത്തിച്ചു, പുസ്തകം വായിച്ചു. അപ്പോൾ ഇന്നലെ സോൺട്രൈ സാറ് എൻ്റെ ഒരു വളരെ ആവേശോജ്വലമായൊരു പ്രസംഗം കൂടി എനിക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ, ഞാൻ നിഷിലാണ് വർക്ക് ചെയ്യുന്നത്, സാറിൻ്റെ ഒരു പ്രസംഗമെന്നൊന്ന് പറയാമോ എന്നറിയില്ല, പ്രഭാഷണം എന്ന് പറയുന്നതായിരിക്കും ശരി, നല്ലൊരു ലെക്ചർ കേൾക്കാൻ സാധിച്ചു. അപ്പോൾ സാറത് അപ്പോൾ അതിനു മുമ്പ് തന്നെ കോണ്ടാക്ട് ചെയ്യുകയും അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത് വായിച്ചിട്ട് വരണം. അപ്പോൾ എനിക്കൊരു സിനോപ്സിസ് പോരാന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളൊരു പുസ്തകത്തിനെക്കുറിച്ച് വരുമ്പോൾ ഒരു ധാരണ മനസ്സിൽ വേണം. അല്ലാതെ ഇത് ഞാൻ വായിക്കാം പിന്നെ വായിച്ചോളാം, ഡയസ് നിൽക്കുമ്പോൾ നമുക്ക് ഓഡിയൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്കിരിക്കാം. പക്ഷേ ഓഡിയൻസ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ പുസ്തകം വായിച്ചിരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരനത് എനിക്ക് അയച്ചു തരികയും ഞാൻ ഈ പുസ്തകം ഇന്നലെയും ഇറങ്ങിയാന്ന് കൊണ്ടത് പൂർണ്ണമായിട്ടും വായിച്ചു തീർക്കുകയും ചെയ്തു. ഞാൻ മലയാളം പഠിച്ച ആളാണ്, മലയാളം BA MG കോളേജിൽ പഠിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിലെ സാഹിത്യാംശമാണ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത്. മാത്രമല്ല ഇതിനകത്തുള്ള ചരിത്രം, CP രാമസ്വാമിയുടെ കാലഘട്ടത്തുള്ള ചരിത്രം, അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഉടൻ നിർത്താം, 2 മിനിറ്റ് എടുക്കുകയുള്ളൂ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാത്രമല്ല നമ്മളൊരു വിഷ്വലൈസർ കൂടെയാണ്. ഞാനൊരു ചെറുകഥാകൃത്താണ്, നോവൽ എഴുതിയിട്ടില്ല. അപ്പോൾ ആ ചില വിഷ്വൽസ് ഉണ്ട്. എൻ്റെ മനസ്സിൽ വന്നത് തിരുവനന്തപുരത്ത് ആറാട്ടിന് ഇപ്പോൾ എത്ര അത് അവിശ്വസനീയമാണ്, അതൊരു ഫിക്ഷൻ പോലെ ഇപ്പോഴത്തെ തോന്നുന്നു. വള്ളത്തിൽ എല്ലാവരും കൂടെ തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീലുണ്ട്. കാരണം നമ്മളൊക്കെ ഈ വിഷ്വൽ കാണുന്നത് കൊണ്ട്, കാരണം അവർ ഈ ആഹാര സാധനങ്ങളും, അപ്പോൾ 2 വശത്തുമുള്ള വർണ്ണനകൾ ഈ അമ്മയുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. അവർ ഓരോ സ്ഥലങ്ങളിൽ ആലപ്പുഴ എത്തുന്നു, അവരിങ്ങനെ ഏറ്റിട്ട് തിരുവനന്തപുരത്ത് ചാക്കയിൽ ഈ വള്ളം അടുപ്പിച്ചിടുകയാണ്. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് ചാക്കയിൽ വെള്ളം എന്ന് അടുപ്പിച്ചിടുന്ന കാര്യം? അപ്പോൾ ഞാനത് വായിച്ചിട്ട് ഇങ്ങനെ കുറേ സമയം നിശബ്ദനായിട്ടിരുന്നു. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. അപ്പോൾ തിരുവനന്തപുരം ജലയാത്ര എന്ന് പറയുന്നത് ഇനി നമുക്ക് സത്യം പറഞ്ഞാൽ അത് തികച്ച് ഇനിയും നടപ്പിലാക്കേണ്ട ഒരു പ്രോജക്റ്റാണെന്ന് തോന്നുന്നു. സാറ് കുറേ 50 പ്രോജക്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് ചെയ്യാൻ പറ്റിയൊരു പ്രോജക്റ്റ്, കാരണം അത് ഇപ്പോൾ കൊല്ലത്തുള്ള ജലയാത്ര പോലും വളരെ പ്രതിസന്ധിയിലാണ്. ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, പക്ഷേ വളരെ പ്രതിസന്ധിയിലാണ്.
പക്ഷെ ഞാൻ അല്ല, എൻ്റെ പൊളിറ്റിക്കൽ സൈഡല്ല ഞാൻ കണ്ടത്, ആ ഒരു 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 ആറാട്ട് കാണാൻ വേണ്ടി വളരെ ഒരു യാത്ര, പാചകക്കാരും അല്ലേ മാഡം, പാചകക്കാരും പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ കഥകൾ പറയുന്നതും, പിന്നെ അതുപോലെ വിശ്രമം, അതുപോലെ അവിടെയുള്ള ഈ യാത്രക്കാർക്ക്, യാത്ര ചെയ്യുന്ന അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും അത് കുളിക്കണം. അപ്പോൾ അവിടെയുള്ള കുടുംബങ്ങളുണ്ട്, കുറച്ച് അഭിജാത കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് അനുവാദം വാങ്ങി ഈ പോകുന്ന യാത്രയാണല്ലോ, ഇത്രയും യാത്ര ചെയ്താണല്ലോ തിരുവനന്തപുരത്ത് വരാനുള്ളൂ. അപ്പോൾ അവിടെ ഒന്ന് ഷെൽട്ടറായി, അവിടെ ഒന്ന് കുളിക്കാനുള്ള ഒരു കുളിക്കടവ് കണ്ടെത്തി അവിടെ കുളിച്ച് അങ്ങനെ പോകുന്ന ഒരു 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 പ്രത്യേക. അപ്പോൾ എനിക്ക് വായിച്ചു തീർന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട്, പിന്നെ അതുപോലെ തന്നെ കുമാരസംഭവത്തിൻ്റെ കുറച്ച് വരികളും അങ്ങനെ കുറേ കുമാരസംഭവത്തിനെ സ്വാധീനത്തിൽ എഴുതിയ എന്ന് വേണം പറയാൻ. കുമാരസംഭവത്തിൻ്റെ സ്വാധീനത്തിൽ എഴുതി കുറേ പിന്നെ പൊളിറ്റിക്കലുള്ള ഇതിൽ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയമായ കാര്യങ്ങൾ, അത് സാറിവിടെ പറഞ്ഞു, രാഷ്ട്രീയമായ കാര്യങ്ങൾ, അങ്ങനെ കുറേ ഏരിയ. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, സാഹിത്യമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വളരെയധികം നൈർമല്യമായ ചില ഓർമ്മകളുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് എൻ്റെ പേഴ്സണലായിട്ട്, ഇതൊരു വായനാനുഭവമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ രാഷ്ട്രീയമായിട്ടായാലും അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരു 7ാമത്തെ അധ്യായത്തിൽ എന്നിനിക്കാണും എന്ന് 17ാമത്തെ വയസ്സിൽ അമ്മ എഴുതിയ ഒരു ഞാനും അമ്മ എന്ന് തന്നെ തുടരുന്നു. അമ്മ എഴുതിയ ഒരു കവിത. കാരണം നമ്മൾ എല്ലാ കഥാകൃത്തുക്കളും എല്ലാവരും എഴുത്ത് കവിതയിലാണ് തുടങ്ങുന്നത്. ഏത് എഴുത്തുകാരും തുടങ്ങുന്നത് കവിതയിലാണ്. പിന്നെ അവർ ചിലപ്പോൾ നോവലിസ്റ്റ് ആവാം, എം ടി സാറിന് അറിയാം, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പലരും തുടങ്ങുന്നത് കവിതയിൽ തുടങ്ങിയിട്ട് പലരും പിന്നെ ഓരോ വഴി അന്വേഷിച്ച് പോകും. അതുപോലെ തന്നെ 17ാമത്തെ വയസ്സിൽ എന്നിനിക്കാണും, അതായത് പാർവതി ശിവനുമായി വിരഹത്തിലിരിക്കുന്ന സമയത്ത് ആ വിരഹത്തിൻ്റെ ആ ഒരു പാർവതിയുടെ മാനസികാവസ്ഥയിലാണ് എന്നിനിക്കാണും. അത് നമുക്കത് വായിക്കുന്ന ആൾക്ക് അയാളുടെ സ്വകാര്യമായ പ്രണയാനുഭവമായി എടുക്കാം. അതാണല്ലോ കവിതയുടെ ഒരു എസൻസ് എന്ന് പറയുന്നത്. അത് തന്നെ വളരെ മാത്രമല്ല, ഇപ്പോൾ പലതും മനസ്സിലാവാത്തൊരു രീതിയിൽ നിന്ന് മാറി എല്ലാവർക്കും ഹൃദ്യമാവണമെന്ന രീതിയിലായിരിക്കണം ഒരുപക്ഷെ അമ്മ എഴുതുന്നത്. അതിനൊരു രാഗം ഞാൻ രണ്ടുപേര് എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ എടുത്തത് എന്നിനി കാണും ഞാൻ നായകനെ, അന്നുവരേക്കും ഞാനെന്തു ചെയ്യും, പോയിതോ മാമക ജീവിതേശം, മായയോ സ്വപ്നമിതെന്തു കാര്യം. ഞാൻ ലാസ്റ്റ് വരും ഒന്നുകൂടെ പറയാം. ചന്ദ്രനെ കാണുമ്പോൾ എൻ്റെ ചിത്തം ചിന്തയായി വാടി തളർന്നു പോകും. ഇന്ന് 17 വയസ്സുള്ള ഒരു കുട്ടി ഇന്ന് നമ്മുടെ ഞാൻ ആധുനികതയ്ക്കെതിരല്ല, പക്ഷേ നമ്മുടെ ഭാഷ വിട്ടുപോകുന്നതിൻ്റെ ഒരു ദുഃഖം ഇതൊക്കെ വായിക്കുമ്പോൾ 17ാമത്തെ വയസ്സിൽ നമ്മൾ പുരോഗമിക്കുന്നു, ഭാഷാപരമായി പുരോഗമിക്കുന്നു പറയുമ്പോഴും ഇതൊക്കെ വിട്ടുപോകുന്നതിൻ്റെ ഒരു ദുഃഖം കൂടെ തോന്നിയിട്ടുണ്ട്. പിന്നെ എം ടി സാർ പറഞ്ഞ ഒരു ചെറിയൊരു വിയോജനക്കുറിപ്പും കൂടെ എനിക്കുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുസ്തകം പുതിയ ജനറേഷൻ എഴുത്തുകാർ ഇപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. കാര്യം ഇപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ പുസ്തകോത്സവം നോക്കിയാൽ അറിയാം, അത് ഏത് തരത്തിൽ, അതൊരു ഫിക്ഷൻ ആയിക്കോട്ടെ, അതിപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ ടേസ്റ്റ്, ഞാൻ നിർത്താം 2 മിനിറ്റ്, പല ടേസ്റ്റിൽ എഴുതുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ പുതിയ ആളുകൾ പുസ്തകം എഴുതുന്ന ഒരു കാലഘട്ടം ഇപ്പോഴാണ്. ഇത്രയും പുതിയ ജനറേഷൻ പുസ്തകം എഴുതിയിട്ടേ ഇല്ല. ഈ ജനറേഷൻ ഇത്രമാത്രം പുതിയ നോവലുകളും, നിങ്ങൾ ഇവിടെ പോയാൽ അറിയാം, ഇവിടെ മാൻകൈൻ ബുക്സ്, പുതിയ ജനറേഷൻ ബുക്ക് ഷോപ്പുകളുണ്ട്. അവിടെ എഴുതുന്ന എൻ്റെ ക്വാളിറ്റി സെക്കൻഡറി, ഞാൻ പറയുന്നത് അതല്ല, അവരെഴുതുന്നല്ലോ, അവർ എഴുതുന്നു ഏത് മീഡിയത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പുതിയ ജനറേഷൻ എഴുതുന്നൊരു കാലഘട്ടവും കൂടെയാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിനും കൂടെ ഈ പുസ്തകം ഒരു പ്രേരണയും ഒരു ആവേശവും, മാത്രമല്ല സ്വന്തം അമ്മയോടുള്ള ഒരു നീതി നടപ്പിലാക്കാനുള്ള ഒരു ആവേശം ഉണ്ടാവട്ടെ എന്ന് എല്ലാ പ്രാർത്ഥനയോടും നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി ഐക്യരക്കോണം പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ചന്ദ്രബാബു സാറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള സോഹൻ റോയ് സർ, പ്രിയമുള്ള എൻ്റെ സുഹൃത്ത് ശ്രീ ജോഷിഭായ്, മറ്റ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അരുൺ പറഞ്ഞപ്പോൾ തന്നെ മറ്റൊരു വികാരത്തിലാണ് ഇവിടെ സംസാരിക്കുന്നത്. ഒരു വെളിപ്പാടകരെ റോയ് സാറിൻ്റെ വീടും എൻ്റെ വീടും ഞങ്ങൾ കൊച്ചുനാളിൽ മുതൽ കണ്ടു വളർന്ന ആ തലമുറ, ഞാനും അദ്ദേഹത്തിൻ്റെ സഹോദരി ജോഷിയും ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കാലം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു. പ്രശസ്ത സാഹിത്യകാരൻ കോവിലൻ്റെ ഹിമാലയം, എൻ്റെ ഈ പുസ്തകമില്ല. അന്ന് ഡിഗ്രിക്ക് ഞങ്ങൾ പഠിക്കുമ്പം ജോഷിബായി
ആ തോട്ടുപറമ്പിൽ, ആ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ആ തോട്ടുപറമ്പിൽ വന്ന് നിന്ന് ഞാനും എൻ്റെ സുഹൃത്ത് സുരേഷും ഒക്കെ ചേർന്ന് കോവിലിൻ്റെ കഥ പറഞ്ഞ് നിന്ന എൻ്റെ മെമ്മറി പെട്ടെന്ന് എൻ്റെ തൊണ്ടയിടരുന്നെങ്കിലും അത് പറയുകയാണ്. എന്നെ റോയി സാറിൻ്റെ അച്ഛൻ കൃഷ്ണശാസ്ത്രി എൻ്റെ ഹെഡ് മാസ്റ്ററും അമ്മ എന്നെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവന്ന ഒരു മഹത് വ്യക്തിയുമാണ്. കസ്തൂരി ടീച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ പലരും കേട്ടും കണ്ടും വായിച്ചുമൊക്കെ അറിയുന്നതിനുപരിയായി കസ്തൂരി ടീച്ചർ ഞങ്ങളുടെയൊക്കെ ടീച്ചറായിരുന്നു. ഞാൻ 1982 ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം, അന്ന് കസ്തൂരി ടീച്ചർ ശനി ഞായർ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ വന്ന് പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചിട്ട് കടന്നു വരുന്ന ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കൂടെയുള്ള ഒരു വഴിയുണ്ട്. ഞാനിന്ന് യാദൃച്ഛമായി സാറേ ആ കസേരയിൽ ഇരിക്കുമ്പോൾ എൻ്റെ കൺമുമ്പിൽ കസ്തൂരി ടീച്ചറായി ഈ പ്രസംഗപീഠത്തിൻ്റെ ഫ്രണ്ടിൽ. സാറിൻ്റെ പ്രസംഗത്തെ കേട്ടുകൊണ്ടിരുന്ന ഞാനും പെട്ടെന്ന് ശബ്ദനായിപ്പോയി. വലിയ വാശിയോട് കയറി വന്ന ഞാൻ എങ്ങനെ ഇനി ടീച്ചറിനെ കുറിച്ച് സംസാരിക്കും എന്നുള്ള ഒരു ഭയപ്പാടിലായിപ്പോയി. കാരണം ഐക്യരക്കോണം എന്ന കൊച്ചു ഗ്രാമത്തിൽ ഞാൻ ജനിച്ചത്, സോൺ റോയ് സാർ ജനിച്ചത്, ജോഷിബായി ജനിച്ചത്, ഞങ്ങളുടെ ജന്മസ്ഥലം. അവിടെ ഒരു ഗ്രന്ഥശാലയുണ്ട് 80 വർഷം പഴക്കമുള്ള. അത് രജിസ്ട്രേഷൻ കിട്ടി 75 വർഷം പിന്നിട്ട് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. ഞങ്ങളങ്ങനെ ഒരു സ്മരണിക പുറത്തിറക്കി. ആ സ്മരണികയിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരാഗ്രഹം, ആ ഗ്രന്ഥശാലയിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന കസ്തൂരി ടീച്ചറിനെ കുറിച്ചാണ്. ടീച്ചറിനെ കുറിച്ച് ഇതിലൊരു എന്തെങ്കിലും ആ സ്മരണികയിലൊന്ന് പ്രതിപാദിക്കണമല്ലോ. ഞാൻ ഉടൻ തന്നെ ശ്രീ അരുണിനെ വിളിച്ചിട്ട് പറഞ്ഞു, റോയ് സാറിനെ അടിയന്തരമായി വിളിച്ച് കസ്തൂരി ടീച്ചറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഈ സ്മരണികയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു കുറിപ്പ് അയച്ചു തരണമെന്നും. അങ്ങനെ സാറിന് ഇന്ന് ഞാൻ സ്മരണിക കൊടുത്തു, 2 കോപ്പി കൊണ്ടുവന്നു. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഏരീസ് കമ്പനിയെക്കുറിച്ചും കസ്തൂരിബായി ടീച്ചറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ അണുകവിതയെക്കുറിച്ചും ഒക്കെ വളരെ വിപുലമായി നമ്മുടെ അച്യുതൻ സാർ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവനയായ ഭാഷാകേസരി പുരസ്കാരം ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ വെച്ച് ഏറ്റെടുത്തപ്പോൾ ആ ഗ്രന്ഥശാലയുടെ A+ ഗ്രന്ഥശാലയെ അതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് അതിനൊരവസരം കിട്ടി. ആ അവസരം ഇപ്പോൾ ഇന്ന് ടീച്ചറിൻ്റെ ഈ സാഹിത്യ പുരസ്കാര സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള ഒരവസരമായി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ എത്തിയത്. കൂടുതലായി ഒന്നും പറയാനില്ല. ടീച്ചറിൻ്റെ ആ ഒരു ചിന്താധാര, ടീച്ചറിനെ എങ്ങനെയാണ്, ആരോടാണ് ഞങ്ങൾക്ക് ഉപമിക്കാൻ കഴിയുന്നത്? വേറെ ആഗ്രഹമൊന്നുമില്ല. ടീച്ചർ കൊട്ടാരക്കര മാർത്തോമാ സ്കൂളിൽ അല്ലേ, മാർത്തോമാ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഒന്നും അധ്യാപിക അല്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ കൺകണ്ട അധ്യാപികയായിരുന്നു. എന്നും എന്നെ പിടിച്ച് പൂങ്ങോട് ജംഗ്ഷൻ എന്നാണ് ഞങ്ങളുടെ ജംഗ്ഷൻ്റെ പേര്. ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ മോന് ലൈബ്രറിയിലോട്ട് പോരില്ലേ, വേറെ ഒന്നും ചോദിക്കുന്നില്ല, വേറെ വിശേഷങ്ങളൊന്നും അറിയണ്ട, ഗ്രന്ഥശാലയിലേക്ക് പോരില്ലേ, ഇന്ന പുസ്തകങ്ങളെടുത്ത് വായിച്ചിട്ട് എൻ്റെ അഭിപ്രായം കുറിപ്പ് തയ്യാറാക്കി എനിക്ക് തരണം. അന്നൊക്കെ പേടിയായിരുന്നു. കസ്തൂരി ടീച്ചറിൻ്റെ വീട്ടിൽ പോകില്ല, കാരണം കൃഷ്ണശാസ്ത്രി നമ്മുടെ ഹെഡ് മാസ്റ്ററാണ്. സാറിനോടൊരു ഭയഭക്തി ബഹുമാനം ഉള്ളതുകൊണ്ട് കുറച്ച് അകലത്തിലേ നിൽക്കൂ. കസ്തൂരി ടീച്ചർ തോളിലും കൈയിട്ട് ഞങ്ങളുടെയൊക്കെ പരിസരത്തുള്ള ബന്ധുമിത്രാദികളുടെ വീടുകളിലുമൊക്കെ വന്നിരുന്ന് വായനയെക്കുറിച്ചും പഠിത്തത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ ആ ടീച്ചറിനെ എപ്പോഴും എത്ര വിശദീകരിച്ചാലും എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാകില്ല. ഞങ്ങളുടെയൊക്കെ കൺകണ്ട ദൈവമെന്ന് നമ്മളൊക്കെ പറയാറില്ലേ, അതുപോലെയായിരുന്നു ടീച്ചർ. ആരും മോശമാകുന്ന ടീച്ചറിന് ഇഷ്ടമല്ല. എല്ലാവരും പഠിത്തത്തിലും വായനയിലും മിടുമിടുക്കരാകണമെന്നായിരുന്നു ടീച്ചറിൻ്റെ ആഗ്രഹം. അങ്ങനെ ടീച്ചറിനോടൊപ്പം ടീച്ചർ കൈപിടിച്ച് കയറ്റിയ ലൈബ്രറിയിൽ ഇന്ന് 42 കൊല്ലമായി ഞാൻ പ്രവർത്തിക്കുന്നു. അതിൽ 25 കൊല്ലവും അതിൻ്റെ സെക്രട്ടറിയായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ടീച്ചറിനെ ഓർക്കാതെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? അപ്പോൾ സോൺ റോയ് സാറിനോടൊരു എളിയ അഭ്യർത്ഥന, നമ്മുടെ ഗ്രന്ഥശാലയിൽ ടീച്ചറിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാക്കണമെന്ന് മനസ്സിൽ ആഗ്രഹത്തോടു കൂടി ഞാൻ നമ്മുടെ അരുണിനോടും ഒക്കെ പറയുക, നമ്മുടെ ഗ്രന്ഥശാലയിൽ ഒരു വിഭാഗം ഉണ്ടാക്കണം. ടീച്ചർ ഒരിക്കലും ഐക്യരഗുണം ഗ്രന്ഥശാലയിലെ നമ്മൾ പറയത്തില്ലേ, മാറ്റി നിർത്തുന്ന ഒരാളല്ല. ഞങ്ങളെയൊക്കെ വലുതാക്കി വളർത്തി അക്ഷരലോകത്തേക്ക് കൊണ്ടുവന്ന ആ ടീച്ചറിനെ ഒരിക്കലും ഐക്യരഗുണത്തുകാർക്കും ഞങ്ങൾക്കൊന്നും മറക്കാൻ കഴിയില്ല. തീർച്ചയായും
നിങ്ങളുടെയൊക്കെ ഈ ഒരു സഹകരണവും സാന്നിധ്യവും കാണാനും സംസാരിക്കാനും ഒക്കെ ചെറിയ ഒരു അവസരം തന്ന എല്ലാവരോടും സംഘാടകരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഇവിടെ പറയും. പ്രിയമുള്ളവരെ, നമ്മുടെ ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ പ്രകാശനം 5 മണിക്കാണ് നമുക്ക് സ്ലോട്ട് കിട്ടിയേക്കുന്ന നിയമസഭയിൽ. അപ്പോൾ അത് കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ അവിടേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ എത്തിയിട്ടുള്ള സാഹിത്യ മേഖലയിലെ ആളുകൾക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരാശംസകൾ അറിയിച്ച് അല്ലെങ്കിൽ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുന്നിലേക്ക് വന്ന് സ്വയം പരിചയപ്പെടുത്തി ഒരു 2 മിനിറ്റിൽ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. പ്രിയമുള്ളവരെ, സോയൻ സാറെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഈ പുസ്തകത്തെക്കുറിച്ച് ഇന്നാണ് അച്യുതൻ സാർ എന്നോട് സൂചിപ്പിച്ചത്. ഞാൻ ആ പുസ്തകത്തിലെ കുറേ കാര്യങ്ങൾ നോക്കി. പക്ഷേ അതിനപ്പുറത്തേക്ക് എനിക്ക് പറയാനുള്ളത് ഇതൊരു ട്രിബ്യൂട്ടാണ്. ശരിക്കും ഒരു മകൻ അമ്മയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹീതമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർ അമ്മയും അച്ഛനും ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മഹത്വം അറിയാതെ, അവരോട് വേണ്ട രീതിയിൽ പെരുമാറാതെ, അവർക്ക് വേണ്ട രീതിയിൽ അവരോട് കൂട്ടിച്ചേർക്കുകയോ അവരോട് ചേർത്ത് നിൽക്കുകയോ ചെയ്യാതെ മരണശേഷം അവരുടെ മരണത്തിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ അവരെ സ്നേഹിക്കുകയും അവരെ ചേർത്ത് നിൽക്കുകയും അവരോട് ചേർന്ന് നിൽക്കുകയും ഒന്നും ചെയ്യാതെ മരണശേഷം അവർക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്ന ഒരു കെട്ട കാലഘട്ടത്തിൽ ജീവിതം കൊണ്ട് അമ്മയെ ആ രീതിയിൽ കൊണ്ടാടിയ കുറേ മനുഷ്യരുടെ അനുഭവങ്ങളാണ് നമ്മളിവിടെ വായിച്ചറിഞ്ഞത്. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. സുധീഷ് സാറോടെയുണ്ട് എൻ്റെ മനുഷ്യരിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയുന്ന പുസ്തകം സാറായിരുന്നു റിലീസ് ചെയ്തത്. ആ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇമോഷണൽ വെന്റിലേഷൻ എന്നൊരു വാക്ക്. ഭക്ഷണം പോലെ, മരുന്ന് പോലെ നമ്മുടെ ഇടയിലുള്ള മനുഷ്യരെ കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ അവരനുഭവിക്കുന്നൊരു സ്വാതന്ത്ര്യത്തിൻ്റെ പേരാണ് ഇമോഷണൽ വെന്റിലേഷൻ. ആ അർത്ഥത്തിൽ നമ്മളിപ്പോൾ ചെയ്യുന്നതും ഈ അമ്മയുടെ ഓർമ്മകളെ ഇത്രമേൽ ചേർത്ത് നിർത്തിക്കൊണ്ട് അമ്മയുടെ ചരിത്രം, ഒരുപക്ഷെ സബാൾട്ടൻ ഹിസ്റ്ററി എന്ന് പറയും നമ്മൾ, ഒരു കാലഘട്ടത്തിലെ മാഞ്ഞു പോകാവുന്ന ചരിത്രങ്ങളെ, കുടുംബ ബന്ധങ്ങളിലെ ഒക്കെ അപഗ്രഥിച്ചുകൊണ്ട് ഇപ്പോൾ ഇതാ ഒരു പുറതലമുറയിലേക്ക് എത്തിക്കുന്ന ഈ ഒരു വലിയ ഒരു സംവിധാനമാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇങ്ങനെ മാഞ്ഞുപോയ കഥകൾ, അനുഭവങ്ങൾ, തിക്താനുഭവങ്ങൾ, അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച വേദനകളൊക്കെ തന്നെ ആ പാരൻസിൻ്റെ ഇങ്ങനെ മക്കൾക്ക് എഴുതാൻ കഴിഞ്ഞാൽ അത് അവരോട് മാത്രമല്ല വരും തലമുറക്ക് പോലും ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന, നമ്മുടെ സ്നേഹത്തെ തുറന്നു കാട്ടുന്ന വലിയ ഒന്നായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സോഹൻ സാറിൻ്റെ ഈ വലിയ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന ബഹുമാനരെ, എൻ്റെ പേര് ദിനേശ് പപ്പൻ. ഞാൻ അറിയപ്പെടുന്ന എഴുത്തുകാരനൊന്നുമല്ല. ഡിജിറ്റൽ ലോകത്തിൽ നമ്മുടേതായിട്ടുള്ള ഇപ്പോൾ എഴുത്ത് മരിക്കുന്ന സമയത്ത് അതിന് പാരലായിട്ട് മറ്റൊരു ലോകമുണ്ട് ഡിജിറ്റലായിട്ടുള്ള. അപ്പോൾ അവിടെ എഴുതുന്ന ഒരു ചെറിയ ഇതാണ്. അപ്പം ഞാൻ ഒരു ചെറിയ കാര്യം മാത്രം പറയാനാണ് ഇവിടെ വന്നത്. അപ്പം സോഹൻ റോയ് സാർ എന്ന് പറയുന്നത് വളരെ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇതേ വേദിയിൽ ഇരുന്ന് തന്നെ ഞാൻ ആലോചിച്ചിട്ടുള്ളൊരു കാര്യം, നമുക്ക് സമയമില്ലാന്ന് വിഷമിച്ച് ആ പുറകിലത്തെ സീറ്റ് ഇരിക്കുന്ന സമയത്ത് സാറ് ചെയ്യുന്ന പല കാര്യങ്ങൾ, അതായത് ഒരു മനുഷ്യനായിട്ട് ഇത്രയും കാര്യങ്ങൾ, ഇത് ഓരോ കാര്യത്തിലും അദ്ദേഹത്തിന് നോട്ടം എത്തുന്ന രീതിയിൽ ഇത് ചെയ്യുന്ന ഒരു വലിയ മനുഷ്യൻ അവിടെ ഉള്ളപ്പോൾ നമുക്കിത് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ആലോചിച്ച് അതിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ പുറകിലുള്ള ആ വിത്തിന് വളർന്ന് മരമാകി പന്തലിക്കാനുണ്ടായിരുന്ന ആ മണ്ണ് ഒരുക്കിയത് എന്തായിരുന്നു എന്നുള്ളത് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഒരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ എളിയ അഭിപ്രായത്തിൽ അവരുടെ ചിന്തകളും അവരുടെ ഓർമ്മകളും മാത്രമാണ്. നമ്മളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലുള്ള നമ്മുടെ ഓർമ്മകളും നമ്മുടെ ചിന്തകളും മാത്രമാണ്. ഈ ശരീരം എന്ന് പറയുന്നത് സെക്കൻഡറി, അത് ഇല്ലെങ്കിൽ ഈ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നിലനിൽപ്പുള്ളൂ. അതാണ് ആ വ്യക്തിയുടെ തോട്ട്സും ഈ മെമ്മറീസുമാണ് ഡയറി കുറിപ്പുകൾ പലപ്പോഴും വരുന്നത്. ആ ഡയറി കുറിപ്പുകളെ ശേഖരിച്ച് വച്ചേക്കുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് അത് ടീച്ചർ തന്നെയാണ്. എനിക്ക് ഒരു പരിചയമില്ലാത്ത കസ്തൂരിബായി എന്ന് പറയുന്ന ഒരു ടീച്ചറെ ഇപ്പം എനിക്ക് എൻ്റെ അമ്മയെ പോലെയോ അല്ലെങ്കിൽ എനിക്ക് വളരെ പരിചയമുള്ള ഒരാളെ പോലെ അറിയാൻ സാധിക്കുന്നത് ആ പുസ്തകത്തിലൂടെ ടീച്ചറുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഓർമ്മകളും അവരെക്കുറിച്ച് മറ്റുള്ളവർ കണ്ടെത്തിയ ആ കാഴ്ചകളും ഇത് ഞാനെന്ന വ്യക്തിയിലേക്ക് വാക്കുകളിലൂടെ, അക്ഷരങ്ങളിലൂടെ, നമ്മുടെ കണ്ണുകളിലൂടെ തലച്ചോറിലേക്ക് തിരിച്ച് തരിക ഇതാണ്. എഴുത്തിൻ്റെ പ്രത്യേകത, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനെ ഇമാജിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓണാട്ടുകാരെ കുറിച്ച് എനിക്കറിയില്ലെങ്കിലും ഞാൻ ആ വാക്കുകളിലൂടെ അതിനെ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഇപ്പോൾ ശരിക്കും എനിക്ക് പ്രസംഗിക്കുന്ന ഒരു വേദിക്കാരനൊന്നും ആഗ്രഹമുള്ളല്ലോ, ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് വന്നത്. സോഹൻ റോയ് സാറിനുള്ള ഒരു അഭ്യർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏരിയസ് ഗ്രൂപ്പിന് എന്തായാലും വളരെ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ പുസ്തകത്തിൻ്റെ കോപ്പികൾ പെൺകുട്ടികളുടെ സ്കൂളുകളിലേക്ക്, എൻ്റെ അമ്മ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ഗേൾസ് ഹോസ്റ്റലിൻ്റെ വാർഡനായിട്ട് പെൻഷൻ ആയതുകൊണ്ട് എനിക്ക് അതിനെ കുറച്ചുകൂടെ അധികം അറിയാവുന്നതാണ്. ഞാൻ വയനാട് ജില്ലയിൽ ഡിസ്ട്രിക്ട് എഞ്ചിനീയർ കുറച്ച് നാൾ വർക്ക് ചെയ്തുകൊണ്ടും എനിക്ക് അറിയാവുന്നതാണ്. പല കുട്ടികൾക്കും സ്വപ്നങ്ങളുണ്ട്, പക്ഷേ ഉയർന്നു വരാനുള്ള ഒരു
പുറകെ നിന്നുള്ളൊരു പുഷ് അവർക്ക് കിട്ടുന്നത് ചിലപ്പോൾ പലർക്കും പുസ്തകങ്ങളിലൂടെയോ ഒരാളുടെ വാക്കുകളിലൂടെയോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളവർക്ക് അല്ല ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള കുട്ടികൾക്കെങ്കിലും ഈ പുസ്തകം അവരുടെ സ്കൂൾ ലൈബ്രറിയിൽ ലഭ്യമാക്കാനുള്ള സൗജന്യമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ചിലപ്പോൾ ഒരു 1,00,000 പേര് വായിക്കുന്നതിൽ ഒരു 10 പേരോ 5 പേരോ ആയിരിക്കും. ആ 5 പേരിലേക്ക് കസ്തൂരി ടീച്ചർ കടന്നു ചെല്ലുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നു. പുസ്തകത്തിന് സാറിന് എല്ലാവിധ ആശംസകൾ. നന്ദി. എല്ലാവർക്കും നമസ്കാരം. വളരെ കുറച്ച് സമയങ്ങളിലാണ് ഞാൻ കസ്തൂരി ശലഭത്തിനെ കുറിച്ച് കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ചൈൽഡ്ഹുഡിലൊക്കെ എൻ്റെ അച്ഛൻ ചായ കുടിക്കുക, എൻ്റെ അച്ഛനൊന്നും അധികം പഠിച്ചിട്ടുണ്ടായില്ല, 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അമ്മ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ഓർമ്മകൾ നമ്മൾ എപ്പോഴും ഒരു ചായ കുടിക്കുന്ന സമയത്ത് പങ്കുവയ്ക്കാറുണ്ട്. സാറ് ഇന്ന് പേരൻസിനെ കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും എഴുതണം എന്ന് പറയുമ്പോൾ പോലും സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിൽ തോന്നി അവരുടെ ഓർമ്മകൾ നമ്മൾ ഇന്നെങ്കിലും പങ്കുവെക്കണം എന്നുള്ളത്, എവിടെയെങ്കിലും നമ്മൾ എഴുതി വെക്കണം എന്നുള്ളത്. കാരണം ആരും അറിയാൻ പോകുന്നില്ല അല്ലാതെ ഈ കാര്യങ്ങളൊന്നും അവരനുഭവിച്ച അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്പീരിയൻസസൊക്കെ. അപ്പോൾ ഈ ഒരു സാഹിത്യ സംഗമത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഈ ബുക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയതിനും ഭയങ്കര സന്തോഷം. സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഈ പ്രോഗ്രാമിന് ഔട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിനും ആയിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം ബുക്കിൻ്റെ ഓവറോൾ കോർഡിനേഷൻ ഹരികുമാർ സാർ എത്തിയിട്ടുണ്ട്. ഹരികുമാർ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഈ ഒരു ബുക്കിൻ്റെ കോർഡിനേഷനായിട്ട് സാറിനെ ഏൽപ്പിച്ചപ്പോഴത്തേക്ക് സാറുമായിട്ട് ഓൺലൈനിൽ ചർച്ച ചെയ്തിട്ടാണ് ഈ പുസ്തകം കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ സാധാരണഗതിയിൽ നമ്മളൊരു ഡയറി കുറിപ്പ് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വളരെ ഒരു ഡയറി കുറിപ്പുകളാണ് എന്നുള്ള രീതിയിലാണ് ഞാനത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും നമ്മളുടെ ആ ഒരു ഡയറി കുറിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെ ഭാഷയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ സാഹിത്യം എന്ന് പറയുന്നത് ഓഡിയൻസിന് വേണ്ടിയിട്ട് എഴുതുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ ഭാഷ ആധുനിക രീതിയിൽ ഒരു ഭാഷ മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ ഡയറി കുറിപ്പുകൾ എന്ന് പറഞ്ഞാൽ അന്ന് എന്നെങ്കിലും ഇതൊരു ബുക്കാകണമെന്ന് ആഗ്രഹിക്കാതെ എഴുതിയതുകൊണ്ട് വളരെ സത്യസന്ധമായ നിഷ്കളങ്കമായിട്ടുള്ളൊരു ഭാഷയിലാണ്. അതുതന്നെയാണ് നമ്മളെ വായിക്കുന്ന സമയത്ത് ആദ്യത്തെ പേജ് വായിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ പേജ് വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു കാര്യം. കാരണം അത്രയും നിഷ്കളങ്കമായിട്ട് ആ സമയത്ത് എഴുതിയ ഒരു ലാംഗ്വേജ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഡയറി മുഴുവൻ ഒറ്റയിരുപ്പിന് വായിച്ചു തീർത്തു എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എന്നെ ഏൽപ്പിച്ച ഒരു കർത്തവ്യം എന്ന് പറയുന്ന കൃതജ്ഞതയാണ്. ഞാൻ വളരെ പെട്ടെന്ന് അതിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ട് ശ്രീ MD രാജേന്ദ്രൻ സാറിൻ്റെ ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാറിൻ്റെ കവിത ഹിമശൈല സൈകത ഭൂമിയിൽ എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഞാൻ മിക്കവാറും ഇപ്പോൾ റീൽസായിട്ടൊക്കെ ഒരുപാട് വരുന്നുണ്ട് ആ ഒരു. അതോടൊപ്പം തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ശ്രീ സുധീഷ് സാർ, അതേപോലെ തന്നെ സാഹിതി സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ, മുൻ DGP സന്ധ്യ മാഡം, അതേപോലെ തന്നെ ശ്രീ റാണി മോഹൻദാസ്, പിന്നെ ഇവിടെ പ്രസംഗിച്ച BR ശാരദ മാഡം, ലിബി പബ്ലിക്കേഷൻസിൻ്റെ ശ്രീ അക്ബർ, ശ്രീ ഇന്ദു രാധാകൃഷ്ണൻ, ശ്രീ VN പ്രദീപ്, അതേപോലെ നൈക്കരക്കോണം പബ്ലിക് ലൈബ്രറിയുടെ ശ്രീ ചന്ദ്രബാബു, എല്ലാവർക്കും നന്ദി. അതേപോലെ തന്നെ ജോസി മാഡം, ബാക്കിയെല്ലാം നമ്മുടെ ടീം തന്നെയാണ്. ജോസി മാഡം, അതേപോലെ തന്നെ അതുൽ, അഖിൽ, പിന്നെ ഇത് നമ്മുടെ BR ബിജുറാമുണ്ട്. സാറിൻ്റെ അണുകാവ്യത്തിന് എല്ലാ ദിവസവും കവിത എഴുതി അത് പാടുന്നത് ബിജുറാമാണ്. ബിജുറാം ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കി എനിക്ക് തന്ന പേരുകളൊക്കെ ഞാൻ വായിച്ചു തോന്നുന്നു. പിന്നെ അരുണാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. അരുണും അതേപോലെ തന്നെ അച്യുതൻ മാഷ് ഈ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഇതിൻ്റെ പുറകെയായിരുന്നു. എല്ലാ സാഹിത്യകാരന്മാരെയും അദ്ദേഹത്തിന് നേരിൽ പരിചയമുള്ള വ്യക്തി കൂടിയാണ്. അപ്പം അച്യുതൻ മാഷിനും അവർക്ക് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമില്ല, നമ്മുടെ ടീം തന്നെയാണ്. എന്നാലും നന്ദി. അതുപോലെ എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിന് സോൺ സാറിന് വളരെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അവതരിപ്പിക്കുന്നു.